സ്കോർ പ്രിന്റഡ് അസൈൻമെന്റ് വെച്ചാൽ ഇത്രയും സ്കോർ കിട്ടും. സ്കോർ 0 കിട്ടും. കാരണം ഡൽഹിയിൽ നിന്ന് 49 രൂപക്ക് അസൈൻമെന്റ് എല്ലാവർക്കും അയച്ചു തരുന്നു എന്ന് കരുതുക. 5000 പേര് അസൈൻമെന്റ് വാങ്ങിച്ചു. എത്ര രൂപ? 49 രൂപ. 49 ഇൻറ്റു 5000 പേര്. 5000 പേര് അസൈൻമെന്റ് വാങ്ങിച്ചു എന്ന് കരുതുക. എത്ര? 2.5 ലക്ഷം രൂപ. 2.5 ലക്ഷം രൂപ അവന് കിട്ടും. അവന് നിങ്ങൾക്കൊക്കെ നല്ല വട്ടപൂജ്യം കിട്ടും. നിങ്ങൾക്കൊക്കെ വട്ടപൂജ്യം കിട്ടും. കാരണം അധ്യാപകൻ പൊട്ടനൊന്നുമല്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ, കേരള യൂണിവേഴ്സിറ്റിയിലെ, കേരള ഗവൺമെന്റിന്റെ ശമ്പളം വാങ്ങുന്ന അധ്യാപകനാണ് നമ്മുടെ അധ്യാപകൻ. നമ്മുടെ അധ്യാപകൻ കേരള ഗവൺമെന്റിന്റെ ശമ്പളം വാങ്ങിക്കുന്നു. തിങ്കൾ മുതൽ വെള്ളി വരെ റെഗുലർ കുട്ടികളെ പഠിപ്പിക്കും. സാറ്റർഡേ ആൻഡ് സൺഡേ enjoy in your allotted study center. Saturday and Sunday enjoy in your allotted study center. ഔദാര്യമല്ല, അവകാശമാണ്. സ്റ്റഡി സെന്ററിലേക്ക് പോണോ? ഉത്തരം തരൂ. സ്റ്റഡി സെന്ററിലേക്ക് പോണോ? പോകണം. വേണ്ടെങ്കിൽ വേണ്ട. ഇന്നത്തെ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തവർക്കാണോ ഗുണം, നിങ്ങൾക്കാണോ ഗുണം? നിങ്ങൾക്ക് നേരിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഇത് വീഡിയോ ആയിട്ട് നമ്മൾ ഇടും. അപ്പൊ അവർക്ക് ഗുണം കിട്ടും. പക്ഷെ കൊറോണയാണ് ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചത്. ഗ്രേറ്റ് കൊറോണ അല്ലെ? കൊറോണയല്ലേ നമ്മൾ ഇങ്ങനെ ഒരു ശീലം പഠിപ്പിച്ചത് അല്ലെ? 10 ലക്ഷം ആളുകൾ എന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞു. 10 ലക്ഷം ആളുകൾ എന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞു. കൊറോണയാണ് എനിക്കത് സംഭാവന ചെയ്തത്. 2 കൊല്ലം മുമ്പേ ആയിട്ട് ഇത് തുടങ്ങിയത്. അപ്പൊ ഗ്രേറ്റ് കൊറോണ, ഗ്രേറ്റ്. ഓക്കെ. പക്ഷെ നമ്മളത് സേഫ്റ്റി മെഷേഴ്സ്, മാസ്ക്, സാനിറ്റൈസേഷൻ, സോഷ്യൽ ഡിസ്റ്റൻസ്, അത് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തു. എന്നിട്ടാണ് നമുക്ക് കൊറോണ പിടിച്ചില്ല. 2 പ്രാവശ്യം ഇഞ്ചക്ട് ചെയ്തു. 3ാമത്തത് ഇനി വരുന്നു, ബൂസ്റ്റർ ഇഞ്ചക്ഷൻ. സേഫ്റ്റി മെഷർ, സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും സേഫ്റ്റി മെഷേഴ്സ് കൃത്യമായി നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഞാൻ പുറത്തിറങ്ങുമ്പോൾ മാസ്ക്. ഞാനൊരു കാർഡിയാക് പേഷ്യന്റ് ആണ്. അപ്പൊ നമ്മളത് ചെയ്യും. അത് നമ്മുടെ ജീവിതത്തിലെ ശീലമായി പോയി. പക്ഷെ ഈ മീറ്റിംഗിൽ നേരിട്ട് വന്നാൽ ഇപ്പൊ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം. ഒരുപാട് ദൂരെയാണെങ്കിലോ ഒക്കെ വളരെ സിമ്പിൾ. ഇപ്പൊ ഈ എന്റെ വീഡിയോ കാണുന്ന ഗൾഫ് സ്റ്റുഡൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ചെറിയ ഒരു സ്മൈലി തരൂ. ഗൾഫ് സ്റ്റുഡന്റ് ലക്ഷദ്വീപ്, ഒരു സ്മൈലി പ്ലീസ്. ഗൾഫ് സ്റ്റുഡന്റ് ഉണ്ടോ? അനീസ റഷീദ് ഗൾഫിലാണ്. UAE നൗ ഇൻ. ഞാനോ പാലക്കാടിലെ വടക്കഞ്ചേരിയില് ഒരു മുറിക്കകത്ത്. അവരോ 8000 കിലോമീറ്ററുകൾക്ക് അപ്പുറം ഒരേ സമയത്ത് പ്രകാശ വേഗതയിലെ സഞ്ചാരം ക്ലാസ് അല്ലേ? 3.something ഇൻറ്റു, മറന്നുപോയി, 3 ആണെന്ന് ഓർമ്മയുണ്ട്. 3.something ഇൻറ്റു 10⁻36. അതല്ലേ പ്രകാശത്തിന്റെ പ്രവേഗം അല്ലേ? മറന്നുപോയി. 3 എത്ര? 6 ആണോ?
മറന്നുപോയി. 3.something 10⁻36 എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ 5 പൂജ്യമാണ് നിങ്ങൾക്ക് കാണിച്ചത്. അവിടെ 10ന്റെ 36 പൂജ്യം അത്രയും പ്രകാശ വേഗത്തിൽ ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത് അവിടെ കേൾക്കാം. പ്രകാശത്തിനേക്കാൾ വേഗത കുറവാണ് സംസാരത്തിന്. എന്നെ കാണുന്ന വേഗത്തിലല്ല കേൾക്കുന്നത്, ചെറിയ വ്യത്യാസമുണ്ട്. ദൂരങ്ങൾ കൂടുന്തോറും അങ്ങനെയാണ്. കഴിഞ്ഞ മീറ്റിംഗിലെ UK സുഹൃത്തുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. ദ ബെനിഫിറ്റ് ഫ്രം കൊറോണ COVID-19 ഇതൊക്കെയാണ് ബെനിഫിറ്റ്. നമുക്കുള്ളതിനെ നെഗറ്റീവ് ശക്തികളെ പോസിറ്റീവാക്കി മാറ്റുക. ഇത് പങ്കെടുക്കാൻ പറ്റാത്ത ഇന്ന് ഹോസ്പിറ്റലിലുള്ള നമ്മുടെ ഒരു ഇഗ്നോ സ്റ്റുഡന്റ്, നമ്മുടെ പ്രിയപ്പെട്ട ചങ്ക് അങ്ങനെ പറയാം, അവർക്ക് ഇത് നാളെ അവര് ഹോസ്പിറ്റലിൽ സുഖമായിട്ട് ഇരിക്കുന്നു, തൊണ്ടവേദന, അവർക്കിത് വീഡിയോ ഇരുന്ന് കേൾക്കാം. കൊറോണ നമ്മൾ പഠിപ്പിച്ചതാണ്. അപ്പൊ ഒരുപാട് സൗകര്യം. സ്റ്റഡി സെന്ററിലേക്ക് പോയാൽ ആർക്കാണ് ഗുണം? ഞങ്ങൾക്ക്. സ്റ്റുഡന്റിന്. പോയില്ലെങ്കിലോ? നിങ്ങൾക്ക് നഷ്ടം. പക്ഷെ അങ്ങേർക്ക് കിട്ടാനുള്ളത് കിട്ടും. ശമ്പളം കൃത്യമായിട്ട് ഇഗ്നോ കൊടുക്കുന്നുണ്ട്. ടാക്സ് പിടിച്ചിട്ടാണ് അക്കാഡമിക് കൗൺസിലറിന് കൊടുക്കുന്നത്. ഓക്കെ, ഇതിനുള്ളതാണ് ഗ്യാൻ ഘോഷ് ബ്ലോക്ക് വൈസ് ഡൗൺലോഡ്, പ്രോഗ്രാം ഡൗൺലോഡ്, സിലബസ് ഉണ്ട്. അതിലെല്ലാം പഠിക്കണം. യെസ്, എല്ലാം പഠിക്കണം, ഒന്നും ഒഴിവാക്കരുത്. പഠിക്കണം. അറിവല്ലേ? അറിവിനെ എന്തെങ്കിലും മാറ്റി നിർത്താൻ പറ്റുമോ? അറിവല്ലേ കൂടുതൽ. ഞാനിവിടെ നേരത്തെ പറഞ്ഞത്, 1ാം വർഷം പഠിക്കുന്ന കുട്ടി 2ാം വർഷത്തെയും കൂടി പഠിച്ചിട്ട് മുന്നോട്ട് പോവുകയാണ്. അതാണ് മുബാറക് മാഷ് പറയുന്നത്. ഒരു ചെറിയ രഹസ്യം പറഞ്ഞു തരാം. ഒരു ചെറിയ രഹസ്യം ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറഞ്ഞു തരാം. ഞാനൊരു കണക്ക് അധ്യാപകനാണ്. ബേസിക്കലി BSc മാത്തമെറ്റിക്സ്, B.Ed മാത്തമെറ്റിക്സ്, MA എക്കണോമിക്സ്, MSc കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി, M.Ed, M.Phil, കുറെ കോർ SRG ആയിട്ട് പുസ്തകത്തിന്റെ ബുക്ക് നിർമ്മാണശാലയിലെ ശില്പശാലയിലെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. ഡൽഹിയിലടക്കം പല പ്രോഗ്രാമിലും, ഇഗ്നോയുടെ പ്രോഗ്രാമിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ എന്റെ മക്കൾ എന്നോട് കണക്ക് ചോദിച്ചിട്ട് വന്നാൽ ഞാൻ പറഞ്ഞു കൊടുക്കാറില്ല. ദുഷ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ മക്കള്. മക്കൾക്ക് വേണ്ടി ലീവ് എടുത്തിട്ട് വീട്ടിലിരിക്കുന്ന അധ്യാപകരുണ്ട്. മക്കൾക്ക് വേണ്ടി പരീക്ഷയ്ക്ക് ലീവ് എടുത്തിരിക്കുന്ന അധ്യാപകരുണ്ട്. ഞാൻ അങ്ങനെയുള്ള അധ്യാപകർക്ക് ലീവ് സാങ്ഷൻ ആക്കാത്ത അധ്യാപകരാണ്. ഇത്രയും ആയിരക്കണക്കിന് കുട്ടികൾ ഇവിടെ ഉള്ളപ്പോ അവർക്കും അതേ ദിവസം തന്നെയാണ് പരീക്ഷ. അവരെ പഠിപ്പിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നത്. അല്ലെങ്കിൽ വീട്ടിൽ പോയി ഇരിക്കാം. ടീച്ചറെ ലീവ് വിത്തൗട്ട് അലവൻസ് LWA എടുത്തിട്ട് പൊക്കോളൂ. ആ ദിവസങ്ങളിൽ, പരീക്ഷാ ദിവസങ്ങളിൽ സ്വന്തം കുട്ടികളെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലീവ് ഞാൻ അനുവദിക്കില്ല. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരൂ. കാരണം ഞാൻ പ്രിൻസിപ്പാൾ, നിങ്ങൾ ടീച്ചർ, നമ്മുടെ മുമ്പിൽ വരുന്ന ആയിരക്കണക്കിന് കുട്ടികൾ, ആ കുട്ടികളെ പരീക്ഷയിൽ പാസ്സാക്കുക എന്നുള്ളത് നമ്മുടെ ജോലി. അല്ലാണ്ട് വീട്ടിൽ പോയി ഗവൺമെന്റിൽ നിന്ന് ശമ്പളം വാങ്ങിച്ച് വീട്ടിൽ പോയി ഇരിക്കലല്ല ജോലി. ലീവ് എടുക്കാം. മെഡിക്കൽ ഗ്രൗണ്ടിലാണെങ്കിൽ, കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ, കുട്ടിക്ക് വല്ല ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ലീവ് എടുത്തോളൂ. അതല്ലാതെ കുട്ടിയെ പഠിപ്പിക്കാൻ കുട്ടിയുടെ ടീച്ചർ, എന്റെ മക്കളെ പഠിപ്പിച്ചത് എന്റെ കുട്ടിയുടെ ടീച്ചർമാർ. ഞാൻ പോയി കുട്ടികളുടെ ടീച്ചർമാരോട് വഴക്ക് കൂടിയിട്ടുണ്ട്. കുട്ടിയെ എന്തേ അങ്ങനെ പഠിപ്പിച്ചില്ല എന്ന്. നിങ്ങൾക്കറിയാമല്ലോ. എനിക്കറിയാം ഇന്നതാണ് നിങ്ങൾ പഠിപ്പിക്കേണ്ടത് എന്ന് എനിക്കറിയാം. അത് നിങ്ങൾ പഠിപ്പിച്ചിട്ടില്ല എന്ന് നോട്ട്ബുക്ക് നോക്കുമ്പോൾ എനിക്ക് വ്യക്തമാണ്. ഞാൻ എത്രയോ അധ്യാപകരുമായിട്ട് നേരിട്ട് വഴക്ക് കൂടിയിട്ടുണ്ട്. ഒരു പ്രിൻസിപ്പാളുടെ ചെകിടത്ത് കൊടുത്തിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട്. ഞാൻ കേസെടുത്തോന്ന് എന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം പറയണം. പ്രിൻസിപ്പാളുടെ ചെകിടത്ത് ഞാൻ അടിച്ചിട്ടുണ്ട്. കാരണം പറയണം. എന്തിന് ഞാൻ അടിച്ചു? കാരണം നീ കോടതിയിൽ ബോധിപ്പിക്കണം. അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കാരണം പറയണം. അങ്ങനെ ധൈര്യമുണ്ടെങ്കിൽ എന്റെ പേരിൽ ഇന്നാ നീ കേസ് കൊടുത്തോ, അല്ലെ ഇന്നലത്തെ സിനിമ അതല്ലേ, ഇന്നാ നീ കേസ് കൊടുത്തോ. കാരണം പറയണം. അല്ലാണ്ട് ഒരു ഹിജടയെ പോലെ വേറെ ഏതെങ്കിലും ഒരു രൂപത്തിൽ നീ പ്രവർത്തിച്ചാൽ അവിടുന്ന് അടികൊള്ളും.
പോലീസ് സ്റ്റേഷനിൽ നിന്ന് അടികൊള്ളും. അങ്ങനെ തന്നെയാ പറഞ്ഞു വന്നത്. നീ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറഞ്ഞോളൂ, പക്ഷെ നീ എനിക്ക് എന്ത് ചെയ്തു എന്നുള്ളത് പറയണം. അവൻ ചെയ്തത് എന്താണെന്ന് അറിയാമോ? എന്റെ കുട്ടി എംടെക്കിന് പഠിക്കുക, പ്രിൻസിപ്പാളുടെ കാരണത്താണ് അടിച്ചത്. എംടെക്കിന് പഠിക്കുകയാണ് എന്റെ കുട്ടി. ഇവിടെ ഒരു വലിയ സദസ്സിൽ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങൾക്ക് എന്റെ പുരാണം പറയലല്ല എന്റെ പണി. ഒരു ഉദാഹരണം, കേസ് സ്റ്റഡി പറയുകയാണ്. പ്രശസ്തമായ ഒരു അൺഎയ്ഡഡ് കോളേജിലെ എംടെക് പഠിക്കുന്നു എന്റെ കുട്ടി. ഗവൺമെന്റ് കോളേജിലൂടെ പഠിച്ചിട്ട് ഗേറ്റ് എഴുതിയ വിദ്യാർത്ഥിയാണ്. ഗേറ്റ് സ്കോർ കിട്ടിയാൽ ആ കുട്ടിക്ക് 8,000 രൂപ ഇന്ത്യൻ സർക്കാർ, ഭാരത സർക്കാർ സ്കോളർഷിപ്പ് കൊടുക്കും. പ്രിൻസിപ്പാളുടെ തറവാട്ടിൽ നിന്നല്ല. എന്റെ കുട്ടി പരീക്ഷ എഴുതി ഗേറ്റ് സ്കോർ വാങ്ങിക്കുന്നത് അവന്റെ അറിവിന് കിട്ടിയ മാർക്കാണ്. അത് സ്കോളർഷിപ്പ് കിട്ടുന്ന മാസം 8,000 രൂപ വെച്ച്. 6 മാസത്തിന് എത്രയായി? 48,000 രൂപ. ഇവന് 6-ാം മാസം ഞാൻ 80,000 രൂപ കൊടുക്കണം അത്ര ഫീസ്. 2 കൊല്ലം ഫീസ് കൊടുത്തില്ല. കാശ് ചോദിച്ചിട്ട് വന്നു, കൊടുത്തു ഞാൻ 2 അടി. എന്റെ കുട്ടിയുടെ സ്കോളർഷിപ്പ് ക്യാഷ് എവിടെയെന്ന് ചോദിച്ചു. ഞങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ല എന്ന്. വീണ്ടും കൊടുത്തു അടി. അപ്ലൈ എന്തുകൊണ്ട്? അൺഎയ്ഡഡ് കോളേജിലെ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കരുതോ? ഇഗ്നോ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ഉണ്ട് എന്ന് ഞാൻ എന്റെ പ്രിയപ്പെട്ട മക്കളോട്, എത്ര പേരോട് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? സ്കോളർഷിപ്പിനെ പറ്റി വീഡിയോ ഉണ്ടോ ഇല്ലേ? യെസ് ആണോ നോ ആണോ? വരട്ടെ, ഇൻഫർമേഷൻ വരട്ടെ. യെസ്, സ്കോളർഷിപ്പിനെ പറ്റി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഗവൺമെന്റ് കാശ് നമ്മുടെ അധികാരമാണ്, നമ്മുടെ അവകാശമാണ്. എന്റെ കുട്ടിക്ക് 48,000 രൂപ ഓരോ 6 മാസം കൂടുമ്പോ നീ എന്തേ വാങ്ങിച്ചു തന്നില്ല? എന്നിട്ട് നീ എന്തേ എന്നോട് ഫീസ് ചോദിക്കുന്നത്? 80,000 വെച്ച് ഞാൻ അടയ്ക്കണമല്ലോ. നീ എന്റെ കുട്ടിയെ പുറത്ത് നിർത്തിയോടാ? അടിച്ചു ഞാൻ, ഉള്ളിൽ കയറി അടിച്ചു. ഗവൺമെന്റിന്റെ കയ്യും വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഗവൺമെന്റിന്റെ ആന ചിഹ്നമുള്ള 2 ആനയെ കയ്യിൽ പിടിച്ചിട്ടുള്ള മുദ്രയുള്ള എന്റെ ഐഡന്റിറ്റി കാർഡ് മുന്നിൽ കാണിച്ചു കൊടുത്തിട്ട് അഡ്രസ് കൊടുത്തിട്ടാണ് ഞാൻ അടി കൊടുത്തത്. നീ പോയി പോലീസ് സ്റ്റേഷനിൽ പറയടാ എന്റെ കുട്ടിയുടെ സ്കോളർഷിപ്പ് കൊടുത്തിട്ടില്ല എന്ന്. എന്റെ കുട്ടിയുടെ അവകാശം ഇതാക്കാൻ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർക്ക് അവകാശമുണ്ടോ? സ്കോളർഷിപ്പ് ഗവൺമെന്റ് തരുന്നതാണ്. അത് എന്റെ കുട്ടിയുടെ ബുദ്ധിക്ക് കിട്ടുന്ന മാർക്കാണ്, വാല്യൂ ആണ്. അത് തടഞ്ഞു നിർത്താൻ നിനക്ക് ആരവകാശം തന്നു? വേണമെങ്കിൽ എന്റെ വീട്ടിലെ പത്രം തന്നെ നിനക്ക് തരാം, 1 കോടി രൂപയുടെ മുതല് തരാം. പക്ഷെ നീ ചെയ്ത ദുഷ്ടത്തരത്തിന് പലിശ അടക്കം നീ എനിക്ക് തരേണ്ടി വരും. അവൻ പേടിച്ചു. കോളേജ് മൊത്തം ഇങ്ങോട്ട് വന്നു, മാപ്പ് പറയിച്ചു. എന്റെ കുട്ടീനെ അയാൾ കൈ കൊണ്ട് തട്ടി, മോൻ നാളെ കോളേജിൽ വന്ന് ഇരിക്കട്ടോ എന്ന് പറഞ്ഞു. എല്ലാം അപേക്ഷിച്ചു. കാശ് ഒന്നിച്ച് കിട്ടി. ബാലൻസ് ഉള്ള കാശ് അപ്പൊ തന്നെ ചെക്ക് എഴുതി കയ്യിൽ കൊടുത്തു. പ്രശ്നം പരിഹരിച്ചു. അതിനുശേഷം ഇന്ന് വരെ ആ കോളേജിൽ റെഗുലറായിട്ട് എന്റെ കുട്ടിയോടൊപ്പം എല്ലാ കുട്ടികൾക്കും ആ അൺഎയ്ഡഡ് കോളേജിൽ സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട്. ഒരു അടിയുടെ പവർ, ഒരടിയുടെ പവർ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അവകാശപ്പെട്ടത് ചോദിച്ചു വാങ്ങണം. ആരുടെയും ഔദാര്യമൊന്നുമല്ല. ഇത് 3ാമത്തെ മീറ്റിംഗ് നമ്മളാ ഇത് തരുന്നത്. ഓക്കെ, അതിന് നമ്മൾ അത് വോളണ്ടിയർ ആയിട്ട് നടക്കണം. നമ്മളുടെ സ്വയം സന്നദ്ധനായിട്ട് അത് വരണം. ചില തീഷ്ണമായ സംഭവങ്ങളാണ് കേൾക്കുമ്പോ ചിലപ്പോ അയ്യോ ഇയാൾ ഇത്ര വലിയ ഭീകരനാണ്. എന്നോട് ചിരിച്ചിട്ടേ അയാൾ സംസാരിക്കാറുള്ളൂ. എനിക്ക് എപ്പോഴും ചോദിക്കുമ്പോഴൊക്കെ അത് തരാറുണ്ട്. എല്ലാ മനുഷ്യനും ഒരു മുഖമുണ്ട്. എന്റെ മക്കളുടെ പഠനത്തിന് വേണ്ടി ഞാൻ ലീവ് എടുത്തിട്ട് ഇരുന്നിട്ടില്ല. എന്റെ സ്കൂളിലെ അധ്യാപകർക്ക് പരീക്ഷാ ദിവസങ്ങളിൽ ഞാൻ ലീവ് കൊടുത്തിട്ടില്ല. ഗവൺമെന്റ് ഓർഡർ ഉണ്ട് ലീവ് എടുക്കരുത് എന്ന്. അത് ഞാൻ നോട്ടീസ് ബോർഡിൽ ഇട്ടുവെക്കും. കുട്ടികൾ കാണണം ആദ്യം. എന്നിട്ട് കുട്ടികളെ രക്ഷിതാവിനെ കൊണ്ട് ഞാൻ വിളിപ്പിക്കും. അവർക്ക് അവിടെ ഇരുത്തം പൊറുക്കാൻ കഴിയില്ല. എന്നെയും ഓവർകം ചെയ്തിട്ട് അങ്ങനെയാണെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരേണ്ടി വരും. എന്നിട്ട് അവർ എന്താ, കള്ളന് പിന്നെ പല വഴിയുണ്ടാവുമല്ലോ, നമുക്കല്ലേ വഴിയില്ലാത്തത്. അങ്ങനെ അതാണ് നമ്മളുടെ റോള്. നമ്മളുടെ റോള് നമ്മൾ അന്തസ്സിൽ ചെയ്യണം. നിങ്ങളുടെ കയ്യിൽ നിന്ന് 1000 രൂപ 500 രൂപ കോൺട്രിബ്യൂഷൻ മുബാറക് മാഷ് വാങ്ങിച്ചിട്ടുണ്ടോ? ഗുരുദക്ഷിണയായി വാങ്ങിച്ചിട്ടുണ്ടോ? അത് എനിക്ക് കിട്ടുന്ന ദക്ഷിണയാണ്. ആഫ്റ്റർ റിട്ടയർമെന്റ് എനിക്ക് കിട്ടുന്ന ദക്ഷിണയാണ്. അതിന്റെ 10 ഇരട്ടി ഗുണം ഞാൻ ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. എന്നാലേ അത് എന്റെ ശരീരത്തിലേക്ക് ഉണ്ടാവുകയുള്ളൂ. എല്ലാവർക്കും അറിയാം, കുറച്ച് വിശ്വാസികൾക്ക്, മുസ്ലിം ആണെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും, ഞങ്ങളുടെ വിശ്വാസപ്രകാരം ഇവിടെയും ഒരു മാലാഖയുണ്ട്, ഇവിടെയും ഒരു മാലാഖയുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം.
വലത് ഭാഗത്തുള്ള മാലാക വലത് നല്ലത് മാത്രം എഴുതണം എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. അതിന്റെ നാളെ ചോദ്യം ചെയ്യപ്പെടും. ഏത് ഇരുട്ട് മുറിയിൽ പോയിരുന്നാലും നമ്മളുടെ വലത്തെ തോളിലെ മാലാക നല്ലത് എഴുതണം. എന്നിട്ട് നമ്മെ നാളെ അത് രക്ഷിക്കണം. നമ്മളുടെ അഡ്വാൻസ്മെന്റ് അത് രക്ഷിക്കണം. ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടാണോ ഇന്ന് ഈ ഗൂഗിൾ മീറ്റ് നടക്കുന്നത്? ഈ കുട്ടികൾ നിങ്ങൾ ആരെങ്കിലും സാർ ഇന്ന ദിവസം ഒരു മീറ്റിംഗ് വെക്കൂ എന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? യെസ് ഓർ നോ? ഞാൻ നിങ്ങളെ മനഃപൂർവ്വം പിടിച്ചിങ്ങോട്ട് ഇടുകയാണ് ഞാൻ നിങ്ങളെ. പക്ഷെ നമ്മളത് ചെയ്യുകയാണ്. അതിലൊരു സൗന്ദര്യമുണ്ട്, അതിലൊരു എത്തിക്സ് ഉണ്ട്. അത് പുണ്യമായി മാറും. എൻ്റെ ഉപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, നോട്ട്ബുക്ക് ഉപ്പ അന്ന് 40 പേജ് 80 പേജ് എന്നുള്ള നോട്ട്ബുക്കാണ് കേട്ടോ വാങ്ങുക. ഇന്നത്തെ പോലെ തോന്നുമ്പോൾ ഉള്ള പേപ്പർ അല്ല. 40 പേജിന്റെ ഒരു നോട്ട്ബുക്ക് വാങ്ങിച്ച് ചോദിച്ചപ്പോ, മകനെ അടുത്ത് വരുത്തി നിർത്തിയിട്ട് ദ ബെസ്റ്റ് എക്കണോമിസ്റ്റ് എവർ ഇൻ ദ വേൾഡ് എന്നെ സംബന്ധിച്ച് അക്കോർഡിംഗ് ടു മുഹമ്മദ് മുബാറക്, ആഡം സ്മിത്തും മാർഷലും റോബിൻസൺ എല്ലാം മാറി നിൽക്കും. അവരൊക്കെ എക്കണോമിസ്റ്റുകളാണ് കേട്ടോ. അവരൊക്കെ മാറി നിൽക്കും. എൻ്റെ ഉപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ദാരിദ്ര്യത്തിന്റെ മുഖത്തോടു കൂടി എൻ്റെ ഉപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അഭിമാനമാണ് ഇപ്പോഴും അത് ഈ പൊതുസദസ്സിൽ പറയുമ്പോൾ. മകനെ, നോട്ട്ബുക്ക് മായ്ച്ച് എഴുതടാ. പറഞ്ഞതേ ഇല്ലായ്മ കൊണ്ട് പറഞ്ഞതാണ് പാവം മഹാൻ. മായ്ച്ച് എഴുതടാ. അപ്പൊ വിവരമുള്ളവൻ മായ്ക്കുന്നതിന് മുമ്പ് അയ്യോ ഞാനത് മായ്ക്കുകയാണ്, ഇനി എൻ്റെ അടുത്ത് അത് കിട്ടൂല. ഇപ്പൊ ഉള്ളതുപോലെ പേനയിലെ യൂസ് ആൻഡ് ത്രോ പേനയല്ല, അന്ന് കടലാസ് പെൻസിലാ, റബ്ബറാണ്, ഡബ്ബർ. അതുകൊണ്ട് മായ്ക്കാണ്. അപ്പൊ മായ്ച്ച് എഴുതടാ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? എഴുതണം. എഴുതിയിട്ട് എന്ത് ചെയ്യണം? പഠിക്കണം. മായ്ക്കുകയാണ് കേട്ടോ. ഇനി അത് എഴുതാൻ പറ്റൂല, അത് മായ്ക്കൂ. അപ്പം ഇനി അതിൽ ആ പദമില്ല. അപ്പൊ അത് നമ്മൾ മായ്ച്ചു. 40 പേജ് മായ്ച്ചിട്ട് എന്നിട്ട് അത് എഴുതി. അങ്ങനെ 2-3 ബുക്ക്. അങ്ങനെ വളർന്നവനാണ് മുബാറക്ക്. എന്നിൽ എൻ്റെ ഉപ്പ വളർത്തിയ സംഗതി ഇതാണ്. അതാണ് നന്മ. അതാണ് ഞാൻ നിങ്ങളെയും പറയുന്നത്. എക്സ്ട്രയാണ് തരുന്നത്. പരസ്യത്തിൽ ചോദിക്കുന്നില്ല എന്താണ് അതിൽ എക്സ്ട്രാ. അങ്ങനെ ചെയ്യുന്നവനെ ഇന്ന് ലോകത്തെ പുരോഗമനത്തിൽ എത്താൻ പറ്റുകയുള്ളൂ. 40 മിനിറ്റ് നിങ്ങൾ ചെയ്യാനുള്ള സംഗതി 30 മിനിറ്റിൽ ചെയ്ത് തീർക്കുക. ഒരു ദിവസം 40 മിനിറ്റ് പഠനം 30 മിനിറ്റിൽ ചെയ്ത് തീർത്തു. അങ്ങനെ 200 ദിവസം നിങ്ങൾ ചെയ്യുന്നു. 365 ദിവസവും നിങ്ങൾ ചെയ്യണ്ട. ഉല്ലാസത്തിന്റെ സമയത്ത് ഉല്ലാസം, കുടുംബത്തിലെ ആഘോഷത്തിനോടൊപ്പം ആഘോഷം, ബിരിയാണി സദ്യ ഒക്കെ കഴിക്കേണ്ട സന്ദർഭത്തിൽ കല്യാണങ്ങൾക്കൊക്കെ പൊക്കോളൂ, എല്ലാറ്റിനും പൊയ്ക്കോളൂ. 20 ദിവസം 200 ദിവസം 200 മണിക്കൂർ. 200 മണിക്കൂറില് 40 മിനിറ്റ് പഠിക്കുന്നു. 20 മിനിറ്റ് 40 മിനിറ്റ് കൊണ്ട് ആ ഭാഗം 1 മണിക്കൂറിൽ ചെയ്യേണ്ടത് 40 മിനിറ്റിൽ ചെയ്ത് തീർത്തു. കംപ്ലീറ്റഡ്. ആ മുബാറക്ക് നീ അത് ചെയ്തോ? ഞാൻ ചെയ്തിട്ടാണ് കിടക്കുന്നത്. അല്ല, എനിക്കിനി നാളെ ചെയ്യണോടാ. നാളെ എന്ത് ചെയ്യാനാ? രാവിലെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഉറക്കവും ഉണ്ടാവില്ല. ഇരുന്ന് കള്ള എഴുത്ത്, ടീച്ചർ വരുന്നോ എന്നുള്ള കള്ള എഴുത്ത്. എന്നിട്ട് ഒരു ചുക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. എന്നിട്ട് അധ്യാപകർ അത് ചോദിച്ചാല് പൊട്ടനെ പോലെ ഇങ്ങനെ നിൽക്കാം. മറ്റത് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ സുഖമായിട്ട് ഉറങ്ങുന്നത്. ബ്രെയിൻ റിഫ്രഷ് ആയി രാവിലെ എണീറ്റ് അത് ആക്ടിവേറ്റ് ആയി അധ്യാപകൻ ചോദിക്കുമ്പോൾ ചാടി എണീറ്റ് നമ്മൾ അത് പറയുകയാണ്. അത് അധ്യാപകൻ ഇല്ലാത്ത സമയത്ത് നമ്മൾ HMന്റെ അടുത്ത് പോയിട്ട് ഒരു ചോക്ക് പീസ് വാങ്ങിച്ചിട്ട്, സാർ ഈ പീരീഡിൽ ക്ലാസ് ഇല്ല, ഞാൻ കുട്ടികൾക്ക് എനിക്ക് അറിയാവുന്നത് പറഞ്ഞു കൊടുക്കട്ടെ. സത്യം, കോളേജിൽ നടന്ന സംഗതിയാണ്. എനിക്ക് അറിയാവുന്നത് പറഞ്ഞു കൊടുക്കട്ടെ. ഓക്കെ, പറഞ്ഞു കൊടുത്തോളൂ. ഞാൻ എൻ്റെ ക്ലാസ്മേറ്റ്സിനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. 7ാം ക്ലാസ്സിലെ സാക്ഷരതാ പ്രവർത്തനത്തിൽ മുന്നിട്ട് ഇറങ്ങി. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് OBB പ്രവർത്തനം, അതിന്റെ സ്പിരിറ്റ് ഇന്നും ഉണ്ട്. അതുകൊണ്ടാണ് ഒരു അപകടവും ഇല്ലാതെ ICUവില് 4 പ്രാവശ്യം കിടന്നു, ഹാർട്ട് അറ്റാക്ക് വന്നിട്ട്. ആദ്യത്തെ പ്രാവശ്യം അറ്റാക്ക് വന്ന് കിടക്കുമ്പോ വന്നിട്ട് തട്ടുകയാണ്, സർ. കണ്ണു തുറക്കുന്നു. നമ്മൾ അറ്റാക്കിലല്ലേ, കുടുംബം മൊത്തം കരയല്ലേ. സർ, ഞാൻ റോബിൻ.
സാറിന്റെ സ്റ്റുഡന്റ് കിഴക്കഞ്ചേരിയിൽ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ലക്ഷ്മി ഹോസ്പിറ്റൽ പാലക്കാട് ICUല്. സാർ, ഞാൻ സാറിന്റെ റോബിൻ, സാർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ഞാൻ കുറെ തല്ലും കൊണ്ടിട്ടുണ്ട്. സാർ സുഖമായിട്ട് ഉറങ്ങിക്കോളൂ, സാർക്ക് ഒന്നും പറ്റില്ല, ഞാൻ ഇവിടെ ഉണ്ട്. മാലാഖയെ പോലെ വലത്തെ മലക്ക് അല്ലെ ഏഞ്ചൽ, അവരാണ് എനിക്ക് എന്റെ കുട്ടിയെ കൊണ്ടുവന്ന് തന്നത്. അന്ന് എന്റെ കുട്ടികളല്ല, എന്റെ വളർത്തു മക്കളല്ല ICUവിന്റെ അകത്തുള്ളത്. ഞാൻ വളർത്തുന്ന എന്റെ മക്കളല്ല ICUവിന്റെ അകത്തുള്ളത്. ദൈവമാണ് എനിക്ക് ICUവിന്റെ അകത്ത് ആ റോബിനെ കൊണ്ടുവന്ന് നിർത്തിയത്. എന്നിട്ട് ഞാൻ പുറത്തു വന്നു. അതുപോലെ ബസ്സിൽ പോകുമ്പോ ചിലപ്പോ വയ്യാത്ത സമയത്ത് മാഷേ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് ഇരുത്തും. ഇത് വെറുതെയല്ല, ഇങ്ങനെ പണ്ട് മുതലേ ഞാൻ വെളുപ്പിച്ചിട്ടാണ് നടക്കാറ്. പല അവസരങ്ങൾ നമുക്ക് കിട്ടും, പല അവസരങ്ങൾ കിട്ടും. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കുട്ടികളുടെ അടുത്ത് പോയിട്ട് വെറുതെ നിന്നാലും മാഷേ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മളെ ഇരുത്തും. അതാണ് സംഭവം. അപ്പൊ നമ്മൾ വി വാണ്ട് ടു എക്സ്പ്ലോയിറ്റ് അവർ നാച്ചുറൽ റിസോഴ്സസ്. നമ്മളത് എക്സ്പ്ലോയിറ്റ് ചെയ്യണം, അതിലൊരു ആനന്ദം കണ്ടെത്തണം. വെറുതെ ഒരു ആനന്ദമല്ല കേട്ടോ നമ്മളുടെ ഉള്ളത്. അങ്ങനെ 200 മണിക്കൂർ 200 ദിവസം 20 മിനിറ്റ് വീതം എഴുതിയെടുത്തോളൂ. എത്രയാണ് 200 × 20? 4000 മിനിറ്റ്. 4000 മിനിറ്റ്. 4000 ഹരിക്കണം 60. 4000 ഹരിക്കണം 60. ഒരാൾ പെട്ടെന്ന് എഴുതൂ, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, കാൽക്കുലേറ്റർ എടുക്കാൻ എനിക്ക് ടൈമില്ല. 4000 ഹരിക്കണം 60. വെറും 200 ദിവസം. 200 ദിവസത്തിൽ 20 മിനിറ്റ് വീതം നിങ്ങൾ കണ്ടെത്തി. 4000 മിനിറ്റ് നിങ്ങൾ അഡീഷണൽ ചെയ്തു. 4000 ഹരിക്കണം 60. വന്നില്ല 4000 66 കൊണ്ടാണ് 66 മണിക്കൂർ നമുക്ക് പഠിക്കാൻ പറ്റി. ഒരു ദിവസം നമ്മൾ എത്രയാണ് പഠിക്കുന്നത്? 1 മണിക്കൂർ. ഇവിടെ 66 ദിവസം പഠിച്ചു. 2.25 മാസം നമ്മൾ പഠിച്ചു അല്ലേ? അവരൊക്കെ 200 ദിവസം പഠിച്ചു. നമ്മൾ 365 ദിവസം ഉണ്ടായിട്ട് 380 ദിവസം പഠിച്ചു. പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുക? ഇതെന്ത് പൊട്ടം കണക്കെന്നല്ലേ പറയുക? ഇതെന്ത് പൊട്ടം കണക്കെന്നല്ലേ പറയുക? 200 ദിവസമേ പഠിക്കേണ്ടതുള്ളൂ. 365 ദിവസത്തിൽ നമ്മൾ കൂടുതൽ പഠിച്ചു. എത്ര ചെയ്തുള്ളൂ? അമ്മ പണ്ട് സേവ് ചെയ്തിട്ടില്ലേ? ഒരു പടി എന്നാണ് തമിഴിൽ പറയുക അല്ലെ? ഒരു ഉറിയില്, ഒരു പാത്രത്തില് അരി കൊണ്ട് ഇടുമ്പോ അരി അതിന്റെ അകത്തേക്ക് ഇടുന്നതിന് മുമ്പ് കുറച്ച് അതിന് ബാക്കി വെക്കും. അങ്ങനെ കുറച്ച് സേവ് ചെയ്ത് വെക്കൂലേ? അതാണ് അച്ഛന്റെ ദാരിദ്ര്യത്തിന്റെ ദിവസത്തിൽ നമ്മളെയൊക്കെ ശക്തരാക്കിയത്. അങ്ങനെ മറ്റൊരു എക്കണോമിസ്റ്റ് ആണ് നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന അമ്മ അല്ലെങ്കിൽ സഹോദരി. അവർക്ക് പാറ്റ് ചെയ്തിട്ട് ഒരു മുത്തം കൊടുക്കും. സ്വന്തം അമ്മയുടെ കാൽ കീഴിലാണ് സ്വർഗം. നിങ്ങളുടെ സ്വന്തം ഭാര്യമാരിലാണ് സ്വർഗം, നിങ്ങളിലാണ് സ്വർഗം. എന്തിനു മടിക്കണം? അന്യന്റെ ഒരു പെണ്ണിനെ മുത്തം കൊടുക്കാൻ നമ്മൾ മടിക്കേണ്ടതുള്ളൂ. സ്വന്തം അമ്മയ്ക്കും സ്വന്തം ഭാര്യയ്ക്കും മുത്തം കൊടുക്കാൻ ആരെയും പേടിക്കേണ്ടതില്ല. സ്വന്തം മകൾക്കും മുത്തം കൊടുക്കേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് അതാണ് വലിയ പ്രശ്നം. പക്ഷെ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ മക്കൾക്കാവുമ്പോൾ അത് ഊഷ്മളതയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് പഠന പ്രവർത്തനത്തിന്റെ യഥാർത്ഥ രീതികള്. പ്രിയപ്പെട്ടവരെ, നമ്മൾ 2.5 മണിക്കൂറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു വല്ലാത്ത ഒരു ദിവസമാണ് ഇന്ന്. ഏറ്റവും നല്ല ഒരു വെബിനാർ നടന്ന ഒരു ദിവസമാണ്. ഞാൻ ചുരുക്കുകയാണ്. ഇഗ്നോയിലെ ഞാൻ തന്ന അത്രയും സംഗതിയിലെ നിങ്ങൾക്ക് കിട്ടാനുള്ളതെല്ലാം കിട്ടുന്നു. ഒരു കാര്യവും കൂടി പറയാനുള്ളത്, നമ്മളുടെ കുട്ടികളിലെ എല്ലാവർക്കും തന്നെ ഐഡന്റിറ്റി കാർഡ് ലാമിനേറ്റ് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. അപ്പൊ ബേജാറാകണ്ട, ആരും ബേജാറാകണ്ട. യെസ്, ഇതുപോലെ ഒരു കുട്ടിക്ക് പോയിട്ട് വന്നത് റിട്ടേൺ വന്നതാണ്. ബേജാറാകണ്ട. ഒരു വലിയ ഐഡന്റിറ്റി കാർഡ് ലാമിനേറ്റ് ചെയ്തിട്ട് ഒരു കുഞ്ഞ് ഐഡന്റിറ്റി കാർഡ് പോക്കറ്റിലിടാൻ പാകത്തില് കേട്ടോ. പോക്കറ്റിലിടാൻ പാകത്തില് ഒരു കുഞ്ഞ് ഐഡന്റിറ്റി കാർഡ്, ഒരു വലിയ ഐഡന്റിറ്റി കാർഡ് ലാമിനേറ്റ് ചെയ്ത് 3 കൊല്ലം, ചിലപ്പോൾ ചിലർക്ക് 5 കൊല്ലം, ചിലർക്ക് 4 കൊല്ലം അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് ഐഡന്റിറ്റി കാർഡൊക്കെ അയച്ചു തരാം.
ബേജാറാകണ്ട, അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് രജിസ്റ്റേർഡ് പോസ്റ്റിൽ വരും. അപ്പൊ ആരും ആക്രാന്തം കാണിക്കരുത്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. നമുക്ക് ഒറ്റ ലക്ഷ്യം, എം നോട്ട്സ് റെഗുലർ ആയിട്ട് ചെയ്യുക, എം നോട്ട്സിന്റെ ഭാഗമാവുക. വളരെ നല്ല രീതിയിൽ ഇഗ്നോ എന്നുള്ള ഈ അക്ഷയക്കനി ഒരു പുതിയ ഒരു പ്രോജക്റ്റ് എല്ലാവരെയും പരിചയപ്പെടുത്തുന്നു. എഴുതിയെടുത്തോളൂ. ഓൾ ഡിഗ്രി PG സ്റ്റുഡൻസ്, എന്റെ വാക്കുകൾ കേൾക്കുന്ന എല്ലാവരും, എന്റെ ഈ വാക്കുകൾ കേൾക്കുന്ന എല്ലാവരും നിർബന്ധമായും എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് ഓൺ ചെയ്തേ. മൈക്ക് ഓഫ്, വീഡിയോ ഓൺ. മൈക്ക് ഓഫ്, വീഡിയോ ഓൺ. എല്ലാവരും ഒരു ക്ലോസിംഗ് സെറമണിയാണ്. മൈക്ക് ഓഫ്, വീഡിയോ ഓൺ. എനിക്ക് എന്റെ കുട്ടികളെ കാണണ്ടേ? എല്ലാവരെയും ഒന്ന് കാണുന്നല്ലോ. മൈക്ക് ഓഫ്, വീഡിയോ ഓൺ. യെസ്, ഇനിയും കുറച്ചു പേര്. നസീഹത്ത്, ലേഖ ഇ, സജ്ന സലാം, റാഹില യാഷി, റുക്സാന സെയിൻ, യെസ്, അരുണിമ അരുണി. ഓക്കെ, വെരി ഗുഡ്. ഇനിയും 18 പേര് വേറെ അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. എന്തായാലും വളരെ സന്തോഷം, വളരെ സന്തോഷം. ഇന്നത്തെ മീറ്റിംഗില് ഒരു കാര്യം കൂടി നിങ്ങൾ നിർബന്ധമായും എഴുതിയെടുക്കൂ എല്ലാവരും. I will do additional 1 or 2 certificate program. I will do, എഴുതിയെടുക്കുക. I will do 1 or 2, 1 or 2 സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഞാൻ ചെയ്യും. യോഗ, ന്യൂ ബേൺ ബേബി, ശിശു പരിപാലനം, അതുപോലെ തന്നെ ഹിന്ദുസ്ഥാനി മ്യൂസിക്, ഭരതനാട്യം, മോഹിനിയാട്ടം, പെയിന്റിങ്, കോഴി വളർത്തൽ, പോൾട്രി. നമ്മുടെ ഗ്രൂപ്പിൽ പോൾട്രി ഗ്രൂപ്പ് ഉണ്ട്, അതറിയാമോ നിങ്ങൾക്ക്? നമ്മളുടെ ഗ്രൂപ്പിൽ ഒരു പോൾട്രി ഗ്രൂപ്പ് ഉണ്ട്. ഞാൻ ഇത്രയൊക്കെ തരുന്നു. 20,000-ൽ കൂടുതൽ സബ്സ്ക്രൈബർ, 1000-ൽ കൂടുതൽ വീഡിയോ. ഞാനൊരു കോഴി കർഷകനാണ്. ഞാൻ മീൻ വളർത്തുന്നുണ്ട്, താറാവ് വളർത്തുന്നുണ്ട്. ഏകദേശം 1500-ൽ കൂടുതൽ കോഴിയുണ്ട്. 4 പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. റിട്ടയർമെന്റിന് ശേഷം പോൾട്രി എന്നുള്ള ഒരു ഗ്രൂപ്പ് നമുക്കുണ്ട്. ഇതിലുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു യെസ് കൊടുക്കൂ. ആ വർത്തമാനം ഇതിനു മുമ്പ് വീഡിയോ കേട്ടിട്ടുള്ളവർ ഒരു യെസ് തരൂ. മീൻ വളർത്തുന്നുണ്ട്, കോഴി വളർത്തുന്നുണ്ട്, താറാവ് വളർത്തുന്നുണ്ട്. ഓക്കെ, അത് നമ്മുടെ ഗ്രൂപ്പിൽ അത് ഞാൻ ഇടുന്നുണ്ട്, ഗ്രൂപ്പിലുണ്ട്. പോൾട്രി ഫാമിങ്ങിന്റെ ഞാൻ കോഴ്സ് ചെയ്തിട്ടുണ്ട്, ഫിഷ് ഫാമിങ്ങിന്റെ കോഴ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാ? ഒന്നില്ലെങ്കിലും ഒരു 1500 പക്ഷികള് നമ്മളുടെ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ ഒരു ദിവസം. ആർക്ക് കിട്ടും ആ പുണ്യം? 10-15 ഒന്നും അല്ലട്ടോ. 1500 പക്ഷികൾ, 4000 മത്സ്യങ്ങൾ, 3 കുളത്തില്. ഓക്കെ, 3 കുളത്തില്. ഇത് ഗ്രേറ്റ് കിട്ടാൻ വേണ്ടിയിട്ടല്ല, അതൊക്കെ ജീവജാലങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നു ഓപ്പൺ ആയിട്ട്. എന്റെ പഴയ വീഡിയോസിലൊക്കെ എന്റെ പറമ്പിലിരുന്നാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. ചുറ്റിലും CCTV ക്യാമറ ഉണ്ട്, എന്റെ മക്കൾ എന്നോടൊപ്പം ഉണ്ട്. ഒക്കെ അപ്പൊ നമ്മൾ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. നിങ്ങളിലെ ഒരു വ്യക്തിക്ക്, ഓരോരുത്തർക്കും കാശ് കൊണ്ട് ദാരിദ്ര്യം അനുഭവിച്ചിട്ട് ഈ കോഴ്സ് ചെയ്യുന്നവരില്ലേ, നിങ്ങൾ ഒരു ചെറിയ കൈത്തൊഴിൽ ഉണ്ടാക്കണം. ഫാഷൻ ഡിസൈനിങ് നമുക്ക് കോഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് തുന്നൽ അറിയാം. ബുക്കിന്റെ അകത്താണ് സൂര്യ ഇരിക്കുന്നത്, ബുക്ക് ഷോപ്പിലാണ്, ഗൾഫിലുണ്ട്. ദിവസം നിങ്ങൾക്ക് ഒരു 200 രൂപ വരുമാനം കിട്ടുന്ന സിമ്പിൾ പരിപാടി പറഞ്ഞു തരാം. ഡെയിലി 200 രൂപയായ മാസത്തിന് 6000 രൂപ, അത് മാസത്തിന് 10,000 രൂപ, മാസത്തിന് അത് 20,000 രൂപ. ഓക്കെ, ഡെയിലി 1 മണിക്കൂർ മാത്രം ചെയ്താൽ മതി. നിങ്ങളുടെ താല്പര്യമനുസരിച്ച്. ഒരു കുട്ടിയുണ്ട്, എന്റെ പൊന്നു മോളാണ്, ഇന്ന് ഈ ഗ്രൂപ്പിലുണ്ടോ എന്നറിയില്ല. ഫർസാന ഉണ്ടോ? ആദ്യത്തെ 6 മാസം DBFBO എന്ന് പറയുന്ന CBFBO, നല്ല മനോഹരമായ ബാങ്കിങ്ങിന്റെ, ഫിനാൻസ് ആൻഡ് ബാങ്കിങ്ങിന്റെ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് കഴിഞ്ഞു. പരീക്ഷ എഴുതിയിട്ട് വന്ന് തുള്ളിച്ചാടിയിട്ട്
കാറിൽ വരുന്ന നേരത്ത് ഉപ്പ ഇത്തിരി നല്ല വെൽ ബിൽട്ട് ആണ്. കാറിൽ പരീക്ഷ എഴുതിയിട്ട് വരുമ്പോ മാഷേ പരീക്ഷ കലക്കി മാഷേ, ഈ പ്രാവശ്യം ഞാൻ 2 സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്യുന്നുണ്ട്. ഏതാ മോളെ? കോർപ്പറേറ്റ് ലോ. കോർപ്പറേറ്റ് ലോ ഞാൻ പഠിക്കുന്നു. വളരെ സിമ്പിൾ. 6000 രൂപയ്ക്ക് കോർപ്പറേറ്റ് ലോ, ക്രിമിനൽ ലോ. ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റ് ആണ്. ആകെ 4000 രൂപയെ കോഴ്സ് ഫീ ഉള്ളൂ. സർ ഞാൻ ഫാഷൻ ഡിസൈനിങ്. മോളെ അതിന് ഫാഷൻ ഡിസൈനിങ്ങിന് കൽക്കത്തയിലാണെങ്കിലും പരീക്ഷ നമുക്ക് ഇവിടെ കേരളവർമ്മയിലോ എന്റെ വീടിന്റെ 20 കിലോമീറ്ററിന്റെ അടുത്തോ പോയിട്ട് പരീക്ഷ എഴുതാലോ മാഷേ. ഓൺലൈനിലല്ലേ ക്ലാസ്സുകൾ കിട്ടുന്നത്, ഓൺലൈനിലല്ലേ പ്രാക്ടിക്കൽ കിട്ടുന്നത്. അപ്പൊ എനിക്ക് ഒരു കോഴ്സ് ചെയ്യാലോ. ഈ കൊറോണയുടെ ഈ ടൈമിലല്ലേ അത് ചെയ്യാൻ പറ്റൂ. മറ്റത് ഞാൻ അവിടെ പോണ്ടി വരില്ലേ. അപ്പൊ ഇപ്പോഴാണെങ്കിൽ എനിക്ക് ആ ആനുകൂല്യത്തിൽ ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പൊ കോർപ്പറേറ്റ് ലോ, ക്രിമിനൽ ലോ, ഓക്കെ, ഫാഷൻ ഡിസൈനിങ്, ഒക്കെ മനോഹരമായ കോഴ്സസ് ആണ്. അത്തരത്തിൽ നിങ്ങൾ പഠിക്കുന്ന കോഴ്സുകളുമായിട്ട് ടീച്ചിങ് ഇൻ മാത്തമാറ്റിക്സ് താല്പര്യമുള്ള ആൾ, ടീച്ചിങ് ഇൻ മാത്തമാറ്റിക്സ്, ഞാൻ മാത്തമാറ്റിക്സിൽ എങ്ങനെ ജയിക്കും, എങ്ങനെ പഠിപ്പിക്കും, അതിനെപ്പറ്റി ഒരു കോഴ്സ്. ഇങ്ങനെയുള്ള ഒരു അഡീഷണൽ കോഴ്സ് എടുക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണ് എന്ന് നിങ്ങളോട് പച്ചയായി പറഞ്ഞു തരാം. എല്ലാവരും ഒന്ന് വീഡിയോയിൽ വന്നേ, അവസാനിപ്പിക്കാം. എല്ലാവരും ഒന്ന് വീഡിയോയിൽ വന്നേ. സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഗുണം എന്ന് നേരിട്ട് മുഖാമുഖം നമുക്ക് പറയാം. ഇപ്പൊ എന്റെ കൂട്ടത്തിലുള്ള ഈ 40 പേര് ഒരു കോഴ്സ് കഴിഞ്ഞു എന്ന് കരുതുക. BA ഇംഗ്ലീഷ് എല്ലാവരും കഴിഞ്ഞു എന്ന് കരുതുക. ഈ BA ഇംഗ്ലീഷ് കഴിഞ്ഞ ആളുകൾ നിങ്ങൾ ഇപ്പോ ഒരു ചെറിയ ഒരു സ്ഥാപനത്തിലെ ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്നു. ഏത് സ്ഥാപനത്തിനാണ് ജോലിക്ക് അപേക്ഷിച്ചിരിക്കുന്നത്? ക്ലറിക്കൽ പോസ്റ്റിന് ഒരു ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്നു. ക്ലറിക്കൽ പോസ്റ്റിന് ഒരു ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്നു. ഇന്റർവ്യൂ വരുന്നു. ഈ 50 സുഹൃത്തുക്കളും ആ ഇന്റർവ്യൂവിന് വരുന്നു. വേറെയുമുള്ള 1000 പേര് ആ ഇന്റർവ്യൂവിന് വന്നിട്ടുണ്ട്. ആ 1000 പേർക്കും ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, നിങ്ങൾക്കും ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. ഫസ്റ്റ് ക്ലാസ് ഉള്ളവർക്ക് എല്ലാവർക്കും 60 മാർക്ക് 60 മാർക്ക് 60 മാർക്ക് ഉണ്ട്. പിന്നെ 10 മാർക്ക് മണിയടി മാർക്കാണ് കേട്ടോ. ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ട് മണിയടി മാർക്കില്ല, അത് നമ്മൾ പത്രത്തിൽ കാണാറില്ലേ, പലരെയും അവരോധിക്കുന്നത് മണിയടി മാർക്ക്. 10 മാർക്ക്, ആ 10 മാർക്ക് എല്ലാവർക്കും ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഇന്റർവ്യൂ ബോർഡിൽ ഉള്ളവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇന്നത് ഓക്കെ, ഇന്നത് ഓക്കെ, ഇന്നത് ഓക്കെ. ഓക്കെ, അപ്പൊ നിന്റെ അടുത്ത് എന്തുണ്ട്? ആ സർട്ടിഫിക്കറ്റ് ഒക്കെ കാണിച്ചു. ഒരു ചോദ്യമുണ്ട്, ഇനി എന്തുണ്ട് എന്ന്. വേറെ ഏതെങ്കിലും കോഴ്സ് ചെയ്തിട്ടുണ്ടോ? യെസ് സർ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, സർട്ടിഫിക്കറ്റ് ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊതുഭരണത്തെ പറ്റി ഞാൻ ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലീഡർഷിപ്പ് ക്വാളിറ്റിയെ പറ്റി ഞാൻ ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ട്. ജനകീയ എൻവയോൺമെന്റൽ സ്റ്റഡിയെ പറ്റി ഞാൻ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കോർപ്പറേറ്റ് ലാവിനെ പറ്റി ഞാൻ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്തിട്ടുണ്ട്. ലൈബ്രറിയൻ കോഴ്സിനെ പറ്റി ഞാൻ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്തിട്ടുണ്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷനെ പറ്റി ഞാൻ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്തിട്ടുണ്ട്. ഓരോ 40 പേരും വന്നിട്ട് ഓരോരുത്തരും ഓരോ ഞാനത് ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുള്ളവൻ വെറുതെ അല്ല, അതിന്റെ കോപ്പിയും അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ റാങ്കിനോടൊപ്പം നേരത്തെ ഉണ്ടായിരുന്ന 60 മാർക്കിനോടൊപ്പം 10 മാർക്കും കൂടി ആഡ് ചെയ്യപ്പെട്ടു. നിങ്ങളുടെ ഇപ്പോൾ ഉള്ള മാർക്ക് 70 മാർക്ക്. ആ ഇന്റർവ്യൂവിൽ പങ്കെടുത്ത 1050 പേർ, 1000 പേർ പുറമെ 50 പേർ നിങ്ങൾ. ഈ 1050 പേരിൽ ഈ 50 പേർക്ക് ഇപ്പോൾ 70 മാർക്ക്, അല്ലെങ്കിൽ 70 മാർക്ക്. മറ്റുള്ളവർക്കൊക്കെ 60 മാർക്ക്. മണിയടി മാർക്ക് 10 മാർക്ക് എന്തെങ്കിലും എല്ലാവർക്കും വീഴും. അവർക്കൊക്കെ വീഴുമ്പോ പരമാവധി അത് 60-ലേ എത്തൂ. നിങ്ങൾക്കത് എത്തുമ്പോ 1 ആണെങ്കിലും 2 ആണെങ്കിലും 3 ആണെങ്കിലും 4 ആണെങ്കിലും 70+70+70+70+ ആണ്. അപ്പൊ നമ്മുടെ ഈ 50 പേരായിരിക്കും റാങ്ക് ലിസ്റ്റിലെ ആദ്യത്തെ 50 പേർ. കാരണം മറ്റവന്റെ മണിയടി മാർക്കിലെ ഏറ്റവും ടോപ്പ് എത്രയാ? 10. എല്ലാവർക്കും ഫസ്റ്റ് ക്ലാസ് ഉണ്ട് 60. 60 10 70. നിങ്ങൾക്ക് ഇപ്പൊ 70, അവന് മണിയടിയിലെ 70. ആ മണിയടിയിലെ 1 മാർക്കെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങളുടെ സ്ഥാനം എവിടെയാ? നിങ്ങളുടെ സ്ഥാനം 70-ലാണോ?
അവിടെ സ്വാധീനം കൊണ്ട് 70, 69, 68, 65, 63 പെർഫോമൻസ്, ചന്തം, സൗന്ദര്യം ഇതൊക്കെ അതിന്റെ ഘടകമാണ്. ഓക്കെ, പക്ഷെ നിങ്ങളുടെ മാർക്ക് ബുദ്ധി കൊണ്ട് 70+, 71, 72, 73, 75, ചിലപ്പോൾ 80 മാർക്ക് വരെ. അപ്പൊ നിങ്ങൾ റാങ്കില് ടോപ്പ്. അപ്പൊ സർട്ടിഫിക്കറ്റ് കോഴ്സ് മുബാറക് മാഷിന് അല്ലെങ്കിൽ ഇഗ്നോയ്ക്ക് 3000 രൂപ 5000 രൂപ കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഒന്ന് മെച്ചപ്പെടുത്താൻ. ടീച്ചിങ് ഇംഗ്ലീഷ്, BA ഇംഗ്ലീഷ് ചെയ്യുന്നവർ സിലബസിൽ ഇല്ലാത്ത ഒരു പുതിയ ഒരു സംഗതി ടീച്ചിങ് ഇംഗ്ലീഷിനെ പറ്റി ചെയ്യുന്നു. കൗൺസിലിംഗ് സൈക്കോളജി എടുത്തിട്ടുള്ളവർ സർട്ടിഫിക്കറ്റ് ഇൻ ഗൈഡൻസ്. കൗൺസിലിങ്ങിനെ പറ്റിയാണ് നമുക്ക് കോഴ്സ്, കൗൺസിലിങ്ങിനെ പറ്റിയാണ് കോഴ്സ്. പക്ഷെ ഗൈഡൻസിനെ പറ്റിയാണ് നമ്മൾ പുതിയതായിട്ട് പഠിക്കാൻ പോകുന്നത്. എന്താണ് ഗൈഡ്? ഒരു BTS കാരൻ ചെയ്യുന്നത് ഗൈഡാണ്, ഒരു എയർപോർട്ടിലുള്ള ആൾ ചെയ്യുന്നത് ഗൈഡാണ്, ഒരു നമ്മുടെ പോലീസ് സ്റ്റേഷനിലെ CI ചെയ്യുന്നത് ഗൈഡാണ്, നിയമത്തിന്റെ ഗൈഡാണ്, വക്കീല് ചെയ്യുന്നത് ഗൈഡാണ്, കോടതി ചെയ്യുന്നത് ഗൈഡാണ്, റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ ചെയ്യുന്നത് ഗൈഡാണ്, അനൗൺസ് ചെയ്യുന്നത് മറ്റുള്ളതെല്ലാം ഗൈഡൻസ് ആണ് കൊടുക്കുന്നത്. ഒരു എംപ്ലോയ്മെന്റ് ഉദ്യോഗസ്ഥൻ കൊടുക്കുന്നത് ഗൈഡൻസ് ആണ്. ഒരു ഡോക്ടർ കൊടുക്കുന്നത് കണ്ണിങ്ങനെ നോക്കിയിട്ട് ഇന്നത് കഴിക്കണം ഇന്നത് കഴിക്കണം എന്ന് പറയുന്നത് ഗൈഡൻസ് ആണ്. അതൊക്കെ സർട്ടിഫിക്കറ്റ് ഇൻ ഗൈഡൻസിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു അഡീഷണൽ തൂവാല 3000 മുതൽ 6000 രൂപ വരെ ഫീസ് വരും. ഒന്നില്ലെങ്കിൽ ഈ പൊണ്ണത്തടിയൊക്കെ ഒന്ന് മാറിയിട്ട് യോഗ ക്ലാസ്സിൽ മനോഹരമായിട്ട് നമുക്ക് പോകാലോ. ഓൺലൈനിലെ യോഗ, ഭരതനാട്യം, മോഹിനിയാട്ടം, എന്തൊക്കെ മേഖലയില് ഒന്ന് ചെയ്ത പിന്നെ താനെ അതിന്റെ ഇൻട്രസ്റ്റിൽ എടപ്പ് കഴിയും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 40 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള 20 മിനിറ്റ് ഇല്ലേ, 3 കൊല്ലം കൊണ്ട് അവരും ഒരു ഡിഗ്രി ചെയ്തു, നിങ്ങളും ഒരു ഡിഗ്രി ചെയ്തു. പക്ഷെ നിങ്ങൾ ഒന്നും കൂടി ചെയ്തു. എന്താണ്? ഡിഗ്രിക്ക് അപ്പുറം 1, 2, 3 ചെയ്തു. അവരിപ്പോഴും ഡിഗ്രി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കാണ്. പിന്നെ അവർ ചെയ്തട്ടോ, രാത്രി 11 മണി മുതൽ ഇങ്ങനെ സുഖാനോ സുഖല്ലേ സുഖാനോ സുഖല്ലേ, ഒന്ന് അങ്ങനെ ഒന്ന് കണ്ടട്ടെ, ഒന്ന് ഇങ്ങനെ ഒന്ന് കാണട്ടെ എന്ന് മെസ്സേജ് വിട്ട് കളിക്കുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ, വെൽക്കം, ഹാപ്പി ടൂർ, നാട്ടിൽ ഇന്നതാണ് സംഭവിച്ചത്, നാട്ടിൽ ഇങ്ങനെയാണ് സംഭവിച്ചത്, ഒരു ടിക്ടോക്ക്, ഇങ്ങനെ കുറെ ആവശ്യമില്ലാത്ത കുറെ സംഭവങ്ങൾ ചെയ്തു. മനസ്സിന് ഇത്തിരി കുളിർമ കിട്ടി. പക്ഷെ അതൊന്നും ഗ്രോത്ത് ഓഫ് എക്കണോമിക്സ് അല്ല, ഗ്രോത്ത് ഓഫ് ലൈഫ് അല്ല. നിങ്ങളുടെ ജീവിതം വളർന്നെങ്കിൽ, ഡെവലപ്മെന്റ് ആകണമെങ്കിൽ നിങ്ങൾ ആദ്യം വിത്തിറക്കണം, പരിപാലിക്കണം. ഇങ്ങനെ വിളവ് വരും, ആനന്ദം വരും, സന്തോഷം വരും, കണ്ണ് വിടരും, എന്നിട്ട് അവസാനം ഉപയോഗിക്കണം. അപ്പൊ എപ്പോഴേ ഉപയോഗിക്കാൻ പറ്റൂ? എപ്പോഴേ ഉപയോഗിക്കാൻ പറ്റൂ? വിതച്ചവനെ കൊയ്യാൻ പറ്റൂ. വിത്ത് വിതയ്ക്കുക, നന്നായി പരിപാലിക്കുക, സീഡ് ഫോസ്റ്റർ യൂട്ടിലൈസ്. അതാണ് എംനോട്സിന്റെ സീഡ് ട്രസ്റ്റ് കേരളയുടെ ആപ്തവാക്യം. നിർമായ കർമ്മണ ശ്രീ എന്നൊക്കെ പറയുന്നത് പോലെ തമിഴ്നാട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്, കടമൈ കണ്ണിയം കട്ടുപ്പാട്. கடமை கண்ணியம் கட்டுப்பாடுன்னு தமிழ்ல எழுதி வச்சிருக்காங்க. அதே மாதிரி எம்நோட்ஸ்ல நம்ம போட்டிருக்கோம். என்னது தெரியுமா? அழகா സീഡ് ഫോസ്റ്റർ ആൻഡ് യൂട്ടിലൈസ്. വിതയ്ക്കുക, പരിപാലിക്കുക, കൊയ്യുക. ഓക്കെ, നമുക്ക് കൊയ്യാം. കൊയ്യുന്നതിന് മുമ്പ് അന്തസ്സോടുകൂടി നമുക്ക് വിതയ്ക്കാം. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു 2-3 പേർ ഇന്നത്തെ ക്ലാസ്സിനെ പറ്റി, ഓറിയന്റേഷനെ പറ്റി ഒരു ചുരുങ്ങിയ വാക്കുകളില് സ്വയമേ നിങ്ങൾ വന്ന് സംസാരിക്കണം. എല്ലാവരും വീഡിയോയിൽ തന്നെ ഇരുന്നോട്ടെ. എല്ലാവരും ഒന്ന് സംസാരിക്കാൻ വേണ്ടി നിങ്ങൾ തന്നെ മുന്നോട്ട് ഇറങ്ങി വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇങ്ങനെ ഒരു അവസരത്തിൽ നിങ്ങൾ ഒത്തുകൂടിയ എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഇനി നിങ്ങളുടെ സമയം. യെസ്, പറഞ്ഞോളൂ. എനിക്ക് എല്ലാവരും ഒരുപോലെയാണ്, ഞാൻ പേരിട്ട് വിളിക്കുന്നില്ല. നിങ്ങൾ വരും. ഒത്തിരി എനിക്ക് പലതും ഇതിൽ കിട്ടിയിട്ടില്ല, പലത് പുറത്തുനിന്ന് കിട്ടാത്തൊക്കെ ഒത്തിരി എനിക്ക് ഇതില്
മനസ്സിലാക്കാൻ പറ്റി. ഏതായാലും നല്ല ക്വാളിറ്റിയും ഗ്യാരണ്ടിയും എന്താ പറയാ ഒരു വിശ്വാസം തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു സർ. താങ്ക്സ് എ ലോട്ട്. ഓക്കെ. യെസ്, നിങ്ങളുടെ ഇന്നത്തെ മീറ്റിംഗിൽ നിങ്ങൾ ചെലവഴിച്ച ഈ 2.5 മണിക്കൂർ ഞാൻ നീതി പുലർത്തിയോ എന്നുള്ള ഒരു വാക്കിന് ഉത്തരം തരണം. യെസ്, തീർച്ചയായിട്ടും. ഓക്കെ. മിസ് അരുണിമ പറഞ്ഞോളൂ. സാർ കേൾക്കാമോ? യെസ്. സാർ, ഒരുപാട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ കയറണത്. അപ്പൊ തന്നെ ഒരുപാട് ഡൗട്ടായിരുന്നു എനിക്ക്. അപ്പോഴ് എന്താണ് ഈ ഒരു ഇതില് കൂടെ എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി. താങ്ക് യു സർ. ഓക്കെ, നന്ദി. യെസ്, ശ്രീലക്ഷ്മി. സർ, ഒരുപാട് യൂസ്ഫുൾ ആയിരുന്നു. പല ഡൗട്ട്സും ഉണ്ടായിരുന്നു. കഴിഞ്ഞ മീറ്റിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല, ചില റേഞ്ച് ഇഷ്യൂസ് കാരണം. അപ്പോൾ ഇത്തവണത്തെ മീറ്റിൽ എനിക്ക് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ലിങ്ക് കിട്ടിയത്. പക്ഷെ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. സാർ എല്ലാ കാര്യവും ഷോർട്ട് ആക്കാതെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നു. അടുത്ത മീറ്റിനുള്ളില് വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങും, നമുക്ക് ക്ലാസ് തുടങ്ങാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാം സ്പീഡായിട്ട് പോകും എന്ന് കരുതുന്നു. സാറിന്റെ ഇത്രയും 2.5 മണിക്കൂർ സാറിന് എത്ര വിലപ്പെട്ടാന്ന് ഞങ്ങൾക്ക് അറിയാം. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഞങ്ങളോട് സംസാരിക്കാനും ഞങ്ങൾ ഓരോരുത്തരെയും സ്പെസിഫിക് ആയിട്ട് വിളിച്ച് ഞങ്ങൾ അഭിപ്രായം ചോദിക്കാനും സാർ ആ മനസ്സ് കാട്ടിയതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് സർ. യെസ്, മിഥിലാജ്. കുടുംബം 2 പേരുണ്ടല്ലോ മിഥിലാജ്. ഓക്കെ. പറഞ്ഞോളൂ മോനെ. സാർ, ഞാൻ 2 മണിക്ക് തന്നെ ജോയിൻ ചെയ്തിരുന്നത്. പക്ഷെ ഞാൻ വൈഫ് വീട്ടിലായിരുന്നു. ഇവിടെ റേഞ്ച് പ്രോബ്ലം ഉണ്ടത് കാരണം ഞങ്ങൾക്ക് 2 പേർക്കും ഒരേപോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. എങ്കിലും ഞാനിപ്പം 1.5 മണിക്കൂർ കൊണ്ട് റോഡിൽ നിന്നാണ് ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും സമയം സാറ് വളരെ ഗംഭീരമായി. കാരണം ഞാൻ ഇരുന്നുപോയി, ക്ലാസ് നിന്നുപോയി. റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി റേഞ്ച് പിടിച്ചാണ് കേട്ടത്. എന്തായാലും വളരെ ഉപകാരമുള്ള ക്ലാസ് ആയിരുന്നു. ഒരുപാട് ഇൻസ്പിറേഷൻ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇതിനകത്ത് എനിക്ക് സംസാരിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ റേഞ്ചിന്റെ വിഷയം കാരണം ഇടയ്ക്ക് വരാൻ പറ്റാത്തത്. ഓക്കെ, ശരി സാർ. താങ്ക് യു. യെസ്, ഇനി ആർക്കെങ്കിലും 2 പേർ സ്വാഗതം പറഞ്ഞവർക്ക് പറയാട്ടോ. മഞ്ജുമേൻ, കുഴപ്പമൊന്നുമില്ല. മ്യൂട്ട്. മ്യൂട്ടാണ്. കേൾക്കുന്നില്ല. പറഞ്ഞോളൂ. കേൾക്കാം. മ്യൂട്ടാണ്, വരുന്നില്ല. പക്ഷെ എനിക്ക് കേൾക്കാലോ. ആണോ? ഇല്ല. ഞങ്ങൾക്ക് കേൾക്കാവോ? എനിക്ക് കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് കേൾക്കണ്ടേ? കേൾക്കുന്നുണ്ട്. ഓക്കെ, പറഞ്ഞോളൂ. ഓക്കെ. കേൾക്കുന്നില്ല എന്ന്. കേൾക്കുന്നില്ല. ഓക്കെ. അടുത്തൊരാൾ. യെസ്, അടുത്തൊരാൾ. സിനാൻ. സാർ, ഞാൻ ഓഡിയബിൾ ആണോ? ഓഡിയബിൾ ആണ്.
ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് റിയലി പ്രൗഡ് ഓഫ് യു സാർ. താങ്ക് യു. എല്ലാ കാര്യം കൊണ്ടും കേട്ടോ. സാറ് നന്നായിട്ട് ഞങ്ങളെ കെയർ ചെയ്യുന്നുണ്ട്. സാറ് ഒരുപാട് റിസ്ക് എടുക്കുന്നുണ്ട് ഇതിന്റെ പിന്നിലെന്ന് ഞങ്ങൾ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സാറിന്റെ ജീവിതത്തിലുള്ള ഇതൊക്കെ നമുക്ക് സമയം ഒരുപാട് നീണ്ടുപോകുന്നുണ്ടെങ്കിലും സാറിന്റെ ലൈഫിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോ നമുക്ക് ഒരുപാട് പ്രചോദനമാണ് അത്. കൂടുതല് ഇതില് മുന്നേ ആരോ പറഞ്ഞ് സംസാരിക്കുമ്പോ മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് എടുക്കണം എന്നില്ല, അതങ്ങനെ തന്നെ പോട്ടെ എന്ന് തന്നെയാണ്. അതിനുള്ള ഒരു ധൈര്യം സാറിന്റെ ഓരോ വാക്കുകളിൽ നിന്നും കിട്ടുന്നുണ്ട്. അപ്പം ഇത്രയും ടൈമാണ് നമ്മുടെ മീറ്റിംഗ് വെച്ചെങ്കിൽ അത്രയും ടൈം എടുക്കുന്നത് അറിയുന്നില്ല. സാറിന്റെ വാക്കുകളിൽ അങ്ങനെ മുഴുകിയിരിക്കുന്നോണ്ട് സമയം പോകുന്നതേ അറിയുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ഇപ്പൊ 3ാമത്തെ മീറ്റിംഗിലൂടെ ഒരുപാട് ഡൗട്ട്സ് ക്ലിയർ ചെയ്തു കേട്ടോ സാറ്. താങ്ക് യു സാർ. നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. കഴിഞ്ഞ മീറ്റിംഗിൽ വന്നവരും കഴിഞ്ഞ സെഷനിൽ വന്നവരടക്കം പോയിന്റുകൾ മാറ്റി മാറ്റി, അത് ഒരു അധ്യാപകന്റെ റോളാണ്. ഒരേ ക്ലാസ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അധ്യാപകർ ശോഭിക്കാൻ പറ്റില്ലല്ലോ. ഇന്ന് എനിക്ക് ലിങ്ക് കിട്ടിയിട്ടില്ലായിരുന്നു സാർ. 2:30 ആയിട്ടാണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. കഴിഞ്ഞ ഇതിന്റെ അഡ്മിഷനുള്ള അത് പൂരിപ്പിച്ച് കൊടുക്കാനുള്ളത് വരെ കിട്ടിയിരുന്നു, വെബിനാറിൽ പങ്കെടുക്കാനുള്ള. പക്ഷെ മീറ്റിങ്ങിനുള്ള ലിങ്ക് കിട്ടിയില്ല. എന്തായാലും മിസ് അനിത നായർ, യെസ് മിസ് അനിത നായർ കേൾക്കുന്നില്ല. അനിത മാം മ്യൂട്ടാണ്. മ്യൂട്ട് കേൾക്കുന്നില്ല. റേഞ്ച് പ്രോബ്ലം. ഓക്കെ ഇതൊന്നും മ്യൂട്ട് ഒന്ന് അൺമ്യൂട്ട് ആക്കിയാൽ. ഓക്കെ, കേൾക്കാത്തത് ഒരു ചെറിയ വിഷയമാണ്. ഓക്കെ, ഇനി ആരെങ്കിലും ഒരാള് ഒന്ന് നന്ദി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ആരെങ്കിലും നന്ദി പറഞ്ഞിട്ട് പങ്കെടുത്ത എല്ലാവർക്കും കേട്ടോ, പങ്കെടുത്ത എല്ലാവർക്കും ഒരു നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആരെങ്കിലും ഒരാള്? യെസ്, അവരൊരു ഇവാലുവേഷനും നടത്തിയിട്ട് ഒരു നന്ദി അറിയിക്കുക. യെസ്, മുംതാസ് വന്നോളൂ. യെസ് തസ്രീനയ്ക്ക് ഒരു ചോദ്യം ചോദിക്കണം എന്ന്. ചോദിച്ചോളൂ മോളൂ തസ്രീന. ഹായ് സർ, ഞാൻ ആദ്യം BA പൊളിറ്റിക്കൽ സയൻസിന് അഡ്മിഷൻ എടുത്തിരുന്നു. അത് ക്യാൻസൽ ചെയ്തിട്ട് BA ഇംഗ്ലീഷ് ഓണേഴ്സിനാണ് ഇപ്പൊ എടുത്തിട്ടുള്ളത്. അപ്പൊ ക്യാൻസൽ ആക്കിയ ഇത് കൺഫർമേഷൻ മെയിൽ വരുമോ എന്ന് അറിയാൻ വേണ്ടി അതാണ് വരുന്നത്. പിന്നെ നമ്മൾ തമ്മിൽ ഇത് വാട്സപ്പിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. വാട്സപ്പിൽ ഇന്ന് നമുക്ക് അതിന് ഒരു തീരുമാനം എത്താം കേട്ടോ. ഓക്കെ സർ. ഓക്കെ ശരി. മോൾ എന്തെങ്കിലും ഇതിന് മീറ്റിങ്ങിനെ പറ്റി എന്തെങ്കിലും പറയുന്നെങ്കിൽ പറഞ്ഞോളൂ. മീറ്റിങ്ങിനെ പറ്റി പറയാനുള്ളത് എന്ന് വെച്ചാൽ സാറിന് ഈ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ആയിട്ട് പറയാം. ബട്ട് സാർ അങ്ങനെയല്ല, ഞങ്ങളിൽ നിന്ന് തന്നെ അത് പറയിപ്പിക്കുന്നുണ്ട്. അത് ഞങ്ങൾക്ക് ഭയങ്കര, ഞങ്ങളെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങളിൽ ഉള്ളിലുള്ള കാര്യങ്ങൾ പുറത്തു വരാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. കാസർഗോഡ് അല്ലേ? കർണാടക. നമ്മള് 1302 അല്ലേ സ്റ്റഡി സെന്റർ, മാംഗ്ലൂർ. അതെ, മംഗലാപുരം. വെരി ഗുഡ്. ഓക്കെ മോളോ, നമുക്ക് ഇന്നത് ഫൈനലൈസ് ചെയ്യാം കേട്ടോ. ഓക്കെ. ഒന്ന് നന്ദി അറിയിക്കാൻ വേണ്ടി നേരത്തെ മുംതാസിനെ ക്ഷണിച്ചു. ഓക്കെ, മുംതാസ് പറഞ്ഞോളൂ. മൈക്ക് ഇതൊക്കെ നമ്മൾ പരിചയപ്പെടണം കേട്ടോ. ഈ ടൂളുകളൊക്കെ പരിചയപ്പെടണം. മ്യൂട്ടാണ്, ഓൺ ആക്കിയിട്ടില്ല. ഇപ്പൊ ഓക്കെ, പറഞ്ഞോളൂ. മ്യൂട്ടാണ്. പറഞ്ഞോളൂ. മ്യൂട്ടാണ്. നിർബന്ധമായി ഇതൊക്കെ ഒന്ന് പഠിക്കണം കേട്ടോ. ഓക്കെ, വേറെ ആരെങ്കിലും ഒരാൾ വന്നാൽ. മിസ് അനിത. നമസ്കാരം. വന്നോളൂ.
ഓക്കെ സാർ, ഞാൻ CPY പ്രോഗ്രാമിനാണ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയത്. ശരിക്കും പറഞ്ഞാൽ ഒരു 35 വർഷം കഴിഞ്ഞു ഞാൻ പഠനമെല്ലാം ഉപേക്ഷിച്ചിട്ട്. എന്റെ 55 വയസ്സിലാണ് ഞാൻ CPY പഠിക്കാൻ തുടങ്ങാൻ പോകുന്നത്. അതൊരു വലിയ സന്തോഷം. ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷിച്ചിരുന്നെങ്കിൽ ഒരു യോഗ ഒരു പ്രോപ്പറായിട്ട് ഒരു ഗൈഡൻസ് കിട്ടുന്ന ഒരു കോഴ്സ് ചെയ്യാൻ പറ്റും. അല്ല സാർ, ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്ത്. അപ്പോ ഞാൻ പല സ്ഥലങ്ങളിലും അന്വേഷിച്ചപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് കേരള എന്ന് പറഞ്ഞാൽ എന്റെ അടുത്താണ്. അവിടെ എത്തിയപ്പോഴും അവർ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ചെയ്ത് തരാമെന്ന് പറഞ്ഞെങ്കിലും അങ്ങനെ വേളാമ്പിനെ പോലെ കാത്തിരിക്കുകയാണ്. അതങ്ങ് തുടങ്ങുന്നു. പക്ഷെ ഇതുവരെ അവിടുന്ന് ഒരു അറിയിപ്പും കിട്ടിയില്ല. അങ്ങനെ ഞാൻ ഇരിക്കുമ്പോൾ സാറിന്റെ എന്നോട്സ് കാണാനിടയായത്. ശരിക്കും അതൊരു വലിയൊരു സഹായം. അതിന് നന്ദി എത്ര പറയണമെന്ന് എനിക്കറിയില്ല. അത് കണ്ടതോടുകൂടിയാണ് ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ടെന്ന് ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ കുറെ ടൈം വെറുതെ വേസ്റ്റ് ആക്കിയല്ലോ എന്നൊരു സങ്കടം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇപ്പൊ തുടങ്ങാൻ വളരെ സന്തോഷം. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. CPYയിൽ ആരെയും കണ്ടിട്ട് സാർ ഞാൻ നിങ്ങൾ നോക്കുകയാണ് ആരെങ്കിലും ഗ്രൂപ്പിൽ ഉണ്ടാവുമോ എന്നുള്ളത്. അപ്പൊ അത് ചെയ്തതിന് വളരെ സമയം ദീർഘിപ്പിക്കുന്നില്ല. വളരെ നന്ദി സാർ. നന്ദി. നല്ലൊരു ടീമുണ്ട് CPYക്ക്, നല്ലൊരു ടീമുണ്ട്. നമുക്ക് ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രിയപ്പെട്ടവരെ നമുക്കിന്ന് യോഗം അവസാനിപ്പിക്കാം അല്ലേ? യോഗം അവസാനിപ്പിക്കാം. ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടായിരുന്നു ഒരു സംശയം കൂടെ. സജിന? അതെ, നമ്മൾ റീജിയണൽ സെന്റർ ഉണ്ടല്ലോ, സ്റ്റഡി സെന്റർ റീജിയണൽ സെന്ററും ഉണ്ടല്ലോ, വരുന്നുണ്ടല്ലോ മെയിൽ വന്നപ്പോ. അതില് സ്റ്റേറ്റ് സെന്ററിലാണോ നമ്മൾ എവിടെയാണ് അസൈൻമെന്റ് ഒക്കെ കൊണ്ടുപോകേണ്ടത്, സബ്മിറ്റ് ചെയ്യേണ്ടത്? അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് സ്റ്റഡി സെന്ററിലാണ്. സ്റ്റഡി സെന്ററുകളെ നിയന്ത്രിക്കേണ്ടത് റീജിയണൽ സെന്റർ ആണ്. റീജിയണൽ സെന്ററുകളെ നിയന്ത്രിക്കേണ്ടത് ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്. ഇതിലിപ്പോ എനിക്കിപ്പോ റീജിയണൽ സെന്റർ ആയിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂരാണ്. പക്ഷെ അത് ഒരുപാട് നേരെ തെറ്റി. നേരെ തിരിച്ചാണ് വേണ്ടത്. അറിഞ്ഞത് തെറ്റി, മനസ്സിലാക്കിയതിൽ തെറ്റി. മലപ്പുറം തൃശ്ശൂരും ഉണ്ട്. ഞാൻ മലപ്പുറത്താണ് താമസം. ഏതാണ് പ്രോഗ്രാം സജിന? BA PCH. BA PCHന് സ്റ്റഡി റീജിയണൽ സെന്റർ ഏതാ തന്നിരിക്കുന്നത്? വടകരയല്ലേ? റീജിയണല് വടകരല്ല, തൃശ്ശൂരാണ് കാണിക്കുന്നത്. ഒരിക്കലും അങ്ങനെ കാണൂല. പിന്നെ മലപ്പുറം മേൽമുറി ഒന്നുണ്ട്, അത് സ്റ്റഡി സെന്റർ. തൃശ്ശൂരിലുള്ളതും സ്റ്റഡി സെന്റർ. ഏറ്റവും അടുത്തുള്ള സ്ഥലത്തായിരിക്കും നമ്മൾ അസൈൻമെന്റ് കൊണ്ടുപോകും അല്ലെ? അല്ലല്ല, അലോട്ടഡ് സ്റ്റഡി സെന്ററിലേ കൊടുക്കാൻ പറ്റൂ. എന്തായാലും അടുത്ത മീറ്റിംഗിന്റെ ഒരു തമ്പനയിൽ ഇപ്പോ സജിന എനിക്ക് തന്നു. അടുത്ത മീറ്റിംഗിനുള്ള തീരുമാനമായി. നോ അവർ സ്റ്റഡി സെന്റർ ഇൻ വെൽ. കുളത്തിൽ കാണാനല്ല, കിണറ്റിൽ കാണാനല്ല, നന്നായി കാണുക. വെൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അർത്ഥമുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റഡി സെന്ററും റീജിയണൽ സെന്ററും നന്നായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, കൺഫ്യൂഷൻ ആവണ്ട. പേഴ്സണലി എന്നെ ഒന്ന് ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. പ്രിയപ്പെട്ടവരെ, ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? അംബിക കുമാരി, മെഹ്റു യാസർ, ആർക്കും? അൽഫിയ സലീം. അൽഫിയ, ആ കുട്ടി യൂട്യൂബിൽ സ്ഥിരമായിട്ട് വന്ന് കുറെ കമന്റുകൾ പറയുന്ന കുട്ടിയാണ്. അൽഫിയ, ഒന്ന് രണ്ട് വാക്ക് പറഞ്ഞോളെ. അൽഫിയ, ആർ യു ദേർ? യെസ്, പറഞ്ഞോളൂ. അൽഫിയ, ചിലപ്പോ ഓണാക്കി വെച്ചിട്ട് എങ്ങോട്ടെങ്കിലും പോയതായിരിക്കോ? ഓക്കെ, നോ പ്രോബ്ലം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്നത്തെ ഒരു ഡൗട്ട് സാർ. ഓക്കെ, ഞാൻ അതെ മെറ്റീരിയൽ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിച്ചപ്പോ നമുക്ക് BRL 101 ഓവർവ്യൂ ഓഫ് റീറ്റെയിലിംഗ്, അതില് ഒരു 5 ഓപ്ഷൻ കാണുന്നുണ്ട്. അതിനെ പല ഇതായിട്ട് നമ്മൾ അത് ഏതാണ് എടുക്കേണ്ടത്? 5 നമ്മൾ പഠിക്കാൻ? 5 പഠിക്കേണ്ടതുണ്ട്. അതിനാണ് ഞാൻ ബ്ലോക്ക് വൈസ് എന്ന് പറഞ്ഞത്. മറ്റ് ഓരോ യൂണിറ്റ് വൈസ് ആണ് ഉണ്ടാവുക.
നമുക്കത് എല്ലാം തന്നെ എടുക്കണം, എല്ലാം എടുക്കണം. പിന്നെ ഒരു ഡൗട്ടും കൂടി സാർ. ഓക്കെ. എന്റെ ഞാൻ കൊച്ചിനിലാണ് എനിക്ക് പറഞ്ഞേക്കുന്നത്. സ്റ്റഡി സെന്റർ പറഞ്ഞേക്കുന്ന 1400 TBR. അത് TBR നമ്മൾ പോയിന്റ് അവിടെ പോയി അന്വേഷിക്കണം. ഇത് എവിടെയാണ്? 1400 അല്ലേ? അതെ. TBR അതിന്റെ നിങ്ങൾക്ക് ഇമെയിൽ തിരിച്ചു വന്നോ? ഐഡന്റിറ്റി കാർഡ് ഡൗൺലോഡ് ചെയ്തോ? ഓക്കെ. ഐഡന്റിറ്റി കാർഡ് ഡൗൺലോഡ് ചെയ്തതില് അതിൽ കൃത്യമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ടല്ലോ 14 കൊച്ചിൻ അതിൽ കൊടുത്തിട്ടുണ്ട്. റീജിയണൽ കോഡ് RC കോഡ് നോക്കൂ. അതെ, റീജിയണൽ സെന്റർ അല്ല സർ, സ്റ്റഡി സെന്റർ എന്ന് പറഞ്ഞ സ്റ്റഡി സെന്റർ. അതിലെ സ്റ്റഡി സെന്റർ ഐഡന്റിറ്റി കാർഡിൽ പറഞ്ഞിട്ടുണ്ടാവില്ല. ഇല്ല, അത് ഞാൻ നോട്ട് ചെയ്തപ്പോൾ അതാണ് നേരത്തെ ഞാൻ മെസ്സേജ് തന്നല്ലോ, സ്റ്റുഡന്റ് സോണിൽ പോയിട്ട് നോക്കണം എന്ന് പറഞ്ഞല്ലോ. സ്റ്റുഡന്റ് സോണിൽ പോയി നോക്കിയാൽ മതി. ഓക്കെ. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്നത്തെ യോഗം അവസാനിപ്പിക്കാം. ആർക്കെങ്കിലും ഇനി ഒന്നും ഡൗട്ട് ഇല്ല എന്ന് വിശ്വസിക്കുന്നു. മിസ് ലീല BSW. മിസ് ലീല, എല്ലാവർക്കും ഒന്ന് നന്ദി അറിയിച്ച് യോഗം പിരിച്ചുവിട്ടോളൂ. നമസ്കാരം സാർ. ഞാന് നേരത്തെ സംസാരിക്കാൻ മടിച്ചതിന്റെ സൗണ്ട് ശരിയല്ല, ക്ലിയർ അല്ല, അതുകൊണ്ടാണ്. പിന്നെ ശരിക്കും തുടക്കം മുതലേ ഞാൻ ഉണ്ടായിരുന്നു. അപ്പോ ഒരു യോഗത്തിന്റെ പ്രാരംഭ ഘട്ടങ്ങളൊക്കെയും നല്ല ക്രമത്തിൽ ചിട്ടയോടെ തന്നെ അവതരിപ്പിക്കാനായിട്ട് സാറ് നന്നായി അത് ആ സമയം വിനിയോഗിച്ചു. അത് ആ ഒരു തുടക്കം തന്നെ എല്ലാവർക്കും ഒരു പ്രചോദനമാണ്. ഒരു യോഗം എങ്ങനെ കൂടണം, അല്ലെങ്കിൽ അത് നയിക്കണം, അതിനെ ലീഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതിന്റെ ഒരു പോസിറ്റീവ് വശം അതിലൂടെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. പിന്നെ എടുത്ത വിഷയങ്ങൾ, സാറ് ഇതിനകത്ത് പ്രസന്റ് ചെയ്ത ഓരോ കാര്യങ്ങളും നേരത്തെ ചിലർ സൂചിപ്പിച്ചായിരുന്നു. മറ്റുള്ളവരിൽ നിന്നും അവരുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ആരാഞ്ഞുകൊണ്ട് തന്നെയാണ് ക്ലാസ്സിലോട്ട് കടന്നത്. അത് തന്നെ ഇതിലോട്ട് കൂടുതൽ താല്പര്യം ജനിപ്പിക്കത്തക്ക തരത്തിൽ കേൾക്കുന്നവർക്ക് താല്പര്യം ജനിപ്പിക്കുന്ന വിധത്തിലാണ് ക്ലാസ് മുന്നോട്ട് പോയത്. കൂടുതൽ സമയവും ചർച്ചകളായിരുന്നു. അപ്പോ സാധാരണ ക്ലാസ്സിലാവുമ്പോഴേക്കും അധ്യാപകൻ ഇങ്ങനെ അവരുടെ പഠന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ടീച്ചിങ്, ഒരു ടോക്കായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ തിരിച്ചാണ്. അത് കേൾക്കുന്നവർക്കും സംസാരിക്കുന്നവർക്കും ഒരു അരോചകമല്ലാത്ത തരത്തിൽ താല്പര്യം ജനിപ്പിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് എല്ലാം നടന്നിരിക്കുന്നത്. പിന്നെ കുറെ കാര്യങ്ങള്, ഒരുപാട് കാര്യങ്ങള് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കാരണം വീഡിയോസ് കാണുന്നുണ്ടെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്നും വ്യത്യസ്തമായ ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ കേൾക്കാൻ കഴിഞ്ഞു. ഞാനത് നന്ദിയോടെയാണ് ഓർക്കുന്നത്. കാരണം ഇന്ന് ഞാൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റാത്ത വേറൊരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാലും എന്താണെന്ന് നോക്കട്ടെ. ആദ്യമായിട്ടാണ് ഞാൻ ഇതിലോട്ട് കടക്കുന്നത്. അപ്പൊ എന്താണെന്ന് അറിയാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഇന്ന് ഇതിൽ ഇത്രയും സമയം, തുടക്കം മുതൽ അവസാനം വരെ ഞാൻ ഉണ്ടായിരുന്നു. ഒരുപാട് ഉപകാരപ്രദമായ കാര്യങ്ങൾ എനിക്ക് കിട്ടി. ഇപ്പോ എനിക്ക് എന്റെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത്, എന്റെ വ്യക്തിപരമായ വിലയിരുത്തൽ, ഇനിയും ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. ഒന്നും ആയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോ ഇന്ന് കിട്ടിയ ഈ ഒരു അവയർനെസ്സിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇന്നു മുതൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കും. പിന്നെ ഒരു ചെറിയ സംശയം ഉള്ളതെന്ന് പറഞ്ഞാല്, ഈ അസൈൻമെന്റ് നമ്മളിപ്പോ തയ്യാറാക്കുമ്പോൾ അത് എങ്ങനെയാണ് അവസാനം ഒരു എല്ലാം കൂടെ ക്രോഡീകരിച്ചെടുക്കുന്നതിന്റെ ഒരു മോഡല് കിട്ടിയാൽ കൊള്ളാമായിരുന്നു. ഒന്ന് കാണാനെങ്കിലും. എഴുതുന്നത് നമ്മൾ തന്നെ, പക്ഷെ അതൊന്ന് കാണാൻ കിട്ടിയാൽ കുറച്ചുകൂടെ വിശ്വാസത്തോടു കൂടി അത് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്.
അത് അടുത്ത ക്ലാസ്സിലായാലും അതിനെക്കുറിച്ചൊരു വിശദീകരണം തന്നാൽ കൊള്ളാം. എല്ലാവരും ഇതിനകത്ത് തൽപരരായി തന്നെ ക്ലാസ് പങ്കെടുത്തു എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോ ബഹുമാനപ്പെട്ട മുഹമ്മദ് മുബാറക് മാസ്റ്റർക്കും നമ്മുടെ സ്വാഗതവും മറ്റ് വിഷയങ്ങൾ അവതരിപ്പിച്ച് ഞങ്ങളെ ധന്യരാക്കിയ, ഞാൻ പേരോർക്കുന്നില്ല, എല്ലാവർക്കും എൻ്റെ സഹപാഠികൾക്കും സഹപ്രവർത്തകർക്കും എല്ലാവർക്കും ഞാൻ 1000 നന്ദി അർപ്പിക്കുന്നു. വളരെ വളരെ ഉപകാരപ്രദമായിരുന്നു. ഒരു അരോചകവും തോന്നിയിട്ടില്ല, ഒരു ഇഷ്ടക്കേടും തോന്നിയിട്ടില്ല ഈ ക്ലാസ്സിലൂടെ. പിന്നെ ഞാൻ ഒന്ന് രണ്ട് വാക്ക് എന്നെ കുറിച്ച് പറഞ്ഞോട്ടെ സാർ. ഞാന് ഈ പങ്കെടുത്തതിൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ള ഒരാളായിരിക്കും ഒരു പക്ഷേ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോ ഞാൻ ഈ വിഷയം എടുക്കാൻ തന്നെ കാരണം ഞാൻ ഒരു സോഷ്യൽ വർക്കറാണ്. സോഷ്യൽ വർക്കറായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരാളാണ്. കുറച്ചു മുന്നേ കഴിഞ്ഞ 10-15 വർഷങ്ങളില് ഞാന് ജനപ്രതിനിധിയായിരുന്നു. അപ്പോ പല മേഖലകളിലും ഞാൻ പള്ളിയിലായാലും പിന്നെ മറ്റ് സന്നദ്ധ സംഘടനകളിലായാലും സജീവ പ്രവർത്തകയാണ്, മുഴുവൻ സമയ പ്രവർത്തക കൂടിയാണ്. അപ്പോ എൻ്റെ സാമ്പത്തിക വരുമാനവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോഴേക്കും എൻ്റെ ഇപ്പോഴത്തെ ജീവിതത്തിന് മുന്നോട്ട് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കുള്ള വേതനം കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി വേണമെന്ന് പലരും പറയാറുണ്ട്. പല സ്ഥാപനങ്ങളും എന്നോട് ഉപദേശിച്ചിട്ടുണ്ട്. അപ്പൊ അക്കൂട്ടത്തിൽ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറയും, ഇങ്ങനെ ഒരു സ്ഥാപനമുണ്ട്, കോളേജുണ്ട്, ഇഗ്നോയെ കുറിച്ച് എന്നോട് പറഞ്ഞു തന്നു. അങ്ങനെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ഇതിലോട്ട് വരുന്നതും. അപ്പൊ ഈ ഒരു സർട്ടിഫിക്കറ്റ് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇതിലൂടെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ആ മേഖലകളിൽ എത്തി അത് വിജയപ്രദമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. സൈക്കോളജിയുടെ ഒരു കോഴ്സ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചെങ്കിലും അത് പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. എനിക്ക് കോവിഡിന്റെ സമയമായതുകൊണ്ട് അത് എങ്ങും എത്താതെ പോയി. അപ്പോ ആ വിഷയങ്ങളും എന്തായാലും ഇതിനകത്ത് ടച്ച് ചെയ്ത് പോകുന്നത് കൊണ്ട് എനിക്ക് വലിയ താല്പര്യമുള്ളൊരു വിഷയവുമാണ്, മേഖലയുമാണ്. അപ്പൊ എന്തുകൊണ്ടും സാറിന്റെ സപ്പോർട്ട് വീണ്ടും എനിക്ക് ആവശ്യമാണ്. ഞാൻ വീണ്ടും സാറിനെ ശല്യപ്പെടുത്തും. സാറ് ക്ഷമയോടെ അത് പരിഹരിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. തീർച്ചയായും അടുത്ത യോഗത്തില് റിമെമ്പർ ഓൾ, എവറി സെക്കൻഡ് സൺഡേ ആൻഡ് ഫോർത്ത് സൺഡേ വി വിൽ മീറ്റ്. അതൊരു ദൈവം നമുക്ക് ആരോഗ്യം തരട്ടെ. ഓക്കെ, ദൈവം ആരോഗ്യം തരട്ടെ. അത് മാത്രമാണ് ഒറ്റ പ്രാർത്ഥനയുള്ളൂ, വേറെ ഒരു പ്രാർത്ഥനയില്ല. ദൈവം ആരോഗ്യം തരട്ടെ എല്ലാ സെക്കൻഡ് സൺഡേയും ഫോർത്ത് സൺഡേയും. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്തത് എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്ക് സെപ്റ്റംബർ 25-ാം തീയതി നമ്മളുടെ അടുത്ത സംഗമം 25-ാം തീയതി. അപ്പൊ 25-ാം തീയതി ഉച്ചക്ക് 2 മണിക്ക്. കാരണം ആദ്യം കുറച്ച് രാവിലെ വെച്ചു, ഉച്ചക്കാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ടൈം കിട്ടുന്നുണ്ട്. അത് വിഷയമല്ല, അതായിരിക്കും കുറച്ചും കൂടി നല്ലത് എന്ന് തോന്നുന്നു. അപ്പോൾ ഉച്ചക്ക് 2 മണിക്ക് 25-ാം തീയതി അതിൽ 2 വിഷയം നമ്മൾ പ്രത്യേകിച്ച് ചർച്ച ചെയ്യുന്നു. ഒന്ന് അസൈൻമെന്റ് എഴുതുന്നത്, പിന്നെ മറ്റൊന്ന് സ്റ്റഡി സെന്റർ, റീജിയണൽ സെന്റർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘട്ടമാണ്. അപ്പോഴും അഡ്മിഷൻ നടന്നുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും. അപ്പൊ നമ്മളുടെ 4ാമത്തെ മീറ്റിങ്ങിലും അഡ്മിഷൻ പൂർത്തിയായിട്ടുണ്ടാവില്ല എന്ന് നമുക്ക് കരുതാം. എന്തായാലും പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. നിങ്ങളെ പറഞ്ഞോളൂ. ഓക്കെ, താങ്ക് യു. എല്ലാവരുടെയും അനുവാദത്തോടു കൂടി യോഗം പിരിച്ചുവിട്ടതായി പ്രഖ്യാപിക്കും. Thank you, Leela Miss. Thank you, sir. Thank you, sir. Thank you. Yes. Thank you, sir. Thank you, sir. Thank you. Yes, thank you. Thank you.
താങ്ക് യു. താങ്ക് യു. താങ്ക് യു. യെസ്, താങ്ക് യു.